गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। ओम श्रीनारायण परमगुरवे नमः। എല്ലാവർക്കും ചതയദിനാശംസകൾ നേരുന്നു. ശിവഗിരി ആശ്രമം UK നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ചതയദിന സത്സംഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഗുരുഭക്തർക്കും ആശ്രമ ബന്ധുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ സത്സംഗത്തിന് സാരഥ്യം വഹിക്കുന്ന ശ്രീ സജീഷ് ദാമോദരൻ, രസികുമാർ, ധന്യാജി, അതുപോലെ തന്നെ നമ്മളുടെ ഈ സത്സംഗത്തിലെ പ്രാർത്ഥന ചൊല്ലിയ ശിവാനി മോള്, ഗുരുഷട്കം നന്നായി ചൊല്ലിയ ശിവാനി മോള്, അതുപോലെ തന്നെ ദൈവദശകം വളരെ ഭംഗിയായിട്ട് ആലപിച്ച ആദിനാഥ്, ആദിദേവ്, ഇവരെ ഈ കുട്ടികളുടെ രക്ഷിതാക്കളെയും കൂടെ അഭിനന്ദിക്കുകയാണ്. കുഞ്ഞുങ്ങൾ ഇനിയും ഗുരുവിൻ്റെ ദർശനത്തിലേക്ക് മനസ്സും ശരീരവും അവരുടെ പ്രവൃത്തിയും ഒക്കെ ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ അതിന് പ്രാപ്തമാക്കിയ എൻ്റെ ആത്മമിത്രം രസികുമാർജി, അതായത് എനിക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്, എവിടെ ഇരുന്നാലും സജ്ജനങ്ങൾ വാഴുന്നിടത്ത് അറിവിൻ്റെ ഒരു പ്രകാശം അവർ തൂക്കിക്കൊണ്ടേയിരിക്കും. അത് കാടായാലും നാടായാലും അന്യ സ്ഥലമാണെങ്കിലും വിദേശമാണെങ്കിലും സ്വദേശമാണെങ്കിലും എവിടെയും. അപ്പോൾ രസികുമാർ ജിയുമായിട്ട് എനിക്ക് കുറേ നാളുകളായിട്ടുള്ള ഒരു ആത്മബന്ധം, സംസാരിക്കാറില്ലെങ്കിലും പലപ്പോഴെങ്കിലും ഒക്കെ വല്ലപ്പോഴെങ്കിലുമൊക്കെ ഒരു മെസ്സേജോ ഒക്കെ അങ്ങനെയൊക്കെയുള്ള പരിചയം, അല്ല അതിലപ്പുറം ഒരു ആത്മബന്ധമുണ്ട് രസികുമാർജിയോട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഇതിലേക്ക് നയിക്കുവാനായി മുൻകൈ എടുക്കുന്നത് തന്നെ ഒത്തിരി അഭിനന്ദനാർഹമാണ്. ഗുരുവിൻ്റെ ആ ഒരു അനുഗ്രഹത്തിന് പാത്രീഭൂതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് എന്നെ കേൾക്കുന്ന ഗുരുഭക്തരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇപ്പോൾ പറയാനുള്ള ആമുഖങ്ങളെല്ലാം സജീഷ് ദാമോദരൻ്റെ പ്രസംഗത്തിലുണ്ടായിരുന്നു. എല്ലാം വ്യക്തമായി പറഞ്ഞിരുന്നു. അല്ല, ഇന്ന് നമുക്കറിയാം, ഗുരുദർശനം ലോകം മുഴുവൻ പ്രകാശിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ നീങ്ങുമ്പോൾ, ഒരു UK ഇരുന്നു കൊണ്ട് എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ആ ചതയദിനം ആഘോഷിക്കുന്നു. അതിലൊരു പ്രഭാഷണം കേൾക്കാൻ ശ്രമിക്കുന്നു, കുഞ്ഞുങ്ങളെ കൊണ്ട് പ്രാർത്ഥന ചൊല്ലിപ്പിക്കുന്നു. ഇതിലും വരെയൊക്കെ പുണ്യകർമ്മം അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക, അല്ലേ? അപ്പോൾ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ഗുരുവിൻ്റെ ഹോമമന്ത്രം എന്ന കൃതി പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആമുഖമായിട്ട് സജീഷി പറഞ്ഞു, ഗുരുവിൻ്റെ ലഘുവായ കൃതികളിൽ ഒന്നാണ് അത് എന്ന് പറഞ്ഞു. അത് കറക്റ്റാണ്. ഇനി ആ മന്ത്രം ഒന്ന് ചൊല്ലിക്കൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കാരണം അധിക സമയം സംസാരിച്ച് കളയാനില്ലാത്തത് കൊണ്ട് നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ പ്രാർത്ഥന മഞ്ജരിയോ അതിൻ്റെ വരികളോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്നെടുത്ത് വെച്ച് ഇരുന്നാൽ, ഒരു പേപ്പറും പേനയും എടുത്താൽ അത്യാവശ്യമായ കാര്യങ്ങൾ നമുക്ക് കുറിച്ചെടുക്കാനും വീണ്ടും നമ്മൾ അത് ഹോമം ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ചെയ്യുവാനും സാധിക്കും. അപ്പോൾ ആദ്യം മന്ത്രം ചൊല്ലിയതിന് ശേഷം അതിനെക്കുറിച്ചുള്ള ആമുഖം നമുക്ക് തരാം. അപ്പോൾ ആദ്യം ഓം എന്ന ആ പ്രണവ അക്ഷരത്തോടു കൂടിയാണ് ഹോമമന്ത്രം തുടങ്ങുന്നത്. ഓം അഗ്നേ തവ യത്തേജസ്തദ്ബ്രാഹ്മം, അഗ്നേ തവ യത്തേജസ്തദ്ബ്രാഹ്മം, അധസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി, അധസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി, ത്വദീയാ ഇന്ദ്രിയാണി മനോബുദ്ധിരിതി സപ്തജിഹ്വാഃ, ത്വയി വിഷയാ ഇതി സമിധോ ജുഹോമി, അഹമിത്യാജ്യം ജുഹോമി, ത്വം നഃ
പ്രസീദ പ്രസീദ ശ്രേയശ്ച പ്രേയശ്ച പ്രയച്ഛ സ്വാഹ. ഇതാണ് മന്ത്രം. നമുക്ക് അതിൻ്റെ ഓരോ പദങ്ങളും പിരിച്ചും ഓരോ വാക്കിൻ്റെ അർത്ഥവും അറിഞ്ഞുകൊണ്ട് അതിൻ്റെ തത്വത്തിലേക്ക് നമുക്ക് കടന്നു പോവാം. അതിനു മുമ്പ് അതിൻ്റെ ഒരു ആമുഖം പറയുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ ആ സംസ്കാരം വേരോടിയിരിക്കുന്നത് വേദങ്ങളിലാണ്. വേദങ്ങളിലാണ് അഗ്നിഹോത്രം എന്ന കർമ്മം പറഞ്ഞിരിക്കുന്നത്. അതായത് വേദങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് അഗ്നിഹോത്രം. അതായത് വൈദിക കർമ്മം, യജ്ഞയാഗ ഹോമാദികൾ. വൈദികം എന്ന് പറഞ്ഞാൽ തന്നെ അറിവിനോട് ബന്ധപ്പെട്ടത് എന്നാണ് അർത്ഥം. അപ്പോൾ എല്ലാ യജ്ഞങ്ങളും ഹോമങ്ങളും എല്ലാം ഭൗതികമായ സുഖഭോഗങ്ങൾക്കല്ല എന്നും അതിനപ്പുറം ഒരു മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യമായ ആ സത്യബോധത്തിലേക്ക് ഉള്ളതാണ് എന്നതുമാണ് അതിൻ്റെ തത്വം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മളൊക്കെ കരുതുന്നത് യജ്ഞവും യാഗവും ഹോമവും ഒക്കെ ചെയ്യുന്നത് ഭൗതികമായ അഭിവൃദ്ധിക്ക് മാത്രമാണ് എന്ന് കാലാന്തരത്തിൽ അതിന് അർത്ഥഭേദം വന്നിരിക്കുകയാണ്. പക്ഷെ ഗുരു ഇവിടെ ആ ജ്ഞാനവും കർമ്മവും സമന്വയിപ്പിച്ചുകൊണ്ട് ഇത് ഒരു അദ്വൈത തത്വമാണെന്നും ആ ഏകതയിലേക്ക് നമ്മൾ എത്തേണ്ടതാണെന്നും ഒരു പൂജാദ്രവ്യങ്ങളില്ലെങ്കിലും ഒരു സമിത്തുക്കളില്ലെങ്കിലും ഒരു ഹോമകുണ്ഡമില്ലെങ്കിലും ഓരോരുത്തർക്കും ഇത് ഇപ്പോൾ പിന്നെ ജോലി സ്ഥലത്തേക്കുള്ള യാത്രക്കിടയിലോ കാറിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഓഫീസിലിരിക്കുമ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോഴോ ഒക്കെ മാനസികമായി നമുക്ക് ചൊല്ലിക്കൊണ്ട് ഈശ്വരനിലേക്ക് അർപ്പിക്കാൻ പറ്റിയ ഒരു മന്ത്രം കൂടിയാണിത്. 10 പൈസ ചെലവില്ല, ഹോമകുണ്ഡം ഒരുക്കണ്ട, പൂജാദ്രവ്യങ്ങൾ വേണ്ട, മാനസികമായി അവനവനിലേക്ക് തന്നെ ഹോമം ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു മന്ത്രം കൂടിയാണ് ഈ ഹോമമന്ത്രം. അപ്പോൾ കൃതിയുടെ പേര് തന്നെ ഹോമമന്ത്രം എന്നാണ്. അപ്പോൾ ഹോമത്തിന് ഉപയോഗിക്കുന്ന മന്ത്രം. അപ്പോൾ മന്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താ? മനനാത് ത്രായതേ ഇതി മന്ത്രം. മനനാത് ത്രായതേ ഇതി മന്ത്രം. മനനത്തിലൂടെ ഒരുവൻ ഉയർത്തപ്പെടുന്നു. ഏതൊന്നാണോ നമ്മൾ ചൊല്ലുന്നത് അതിലൂടെ ഒരു മനുഷ്യൻ ശ്രേഷ്ഠതയിലേക്ക് ഉയരുന്നു എന്നർത്ഥം. അതാണ് മന്ത്രത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഈ മന്ത്രം നമ്മളെ എല്ലാവരെയും ശ്രേയസിലേക്കും പ്രേയസിലേക്കും ഉയർത്തുന്നത് തന്നെയാണ്. 1900 അത് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിതിനെ പറ്റി ഒന്ന് കുറിച്ചെടുക്കണം. എന്നിട്ട് നമ്മുടെ കുട്ടികളുടെ പഠന ക്ലാസ്സൊക്കെ വരുമ്പോൾ നമുക്ക് അവരെ പഠിപ്പിക്കണം. ഇപ്പം ഈ സത്സംഗത്തിൽ ഇല്ലാത്ത കുട്ടികളെയൊക്കെ നമുക്ക് പഠിപ്പിക്കണ്ടേ? ആ ഭാഗത്തിന് നമ്മൾ എഴുതിയെടുക്കുക. അത്യാവശ്യ കാര്യം. മന്ത്രം എന്ന് പറഞ്ഞാൽ മനനം ചെയ്യുന്നവരെ രക്ഷിക്കുക എന്ന അർത്ഥമാണ്. ഇത് എന്താ പറയുക, ഒരു ജ്ഞാനഹോമം കൂടിയാണ്. കർമ്മത്തിൽ അതിനപ്പുറം ഒരു ജ്ഞാനഹോമം കൂടിയാണിത്. പിന്നെ 1925 വൃശ്ചിക മാസം 7-ാം തീയതിയാണ് ഈ കൃതി രചിച്ചത് എന്ന് ലഭ്യമായ രേഖകളിൽ നിന്നും കണ്ടെത്താം നമുക്ക്. 1925 1925, അപ്പോൾ 100 വർഷത്തോടടുക്കുന്നു. അപ്പോൾ ഭാഗ്യവശാൽ 100-ാം വർഷം ആഘോഷിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇത് പഠിക്കാൻ അവസരം ഗുരു നമുക്ക് തന്നെന്ന് പറയുമ്പോൾ എത്ര പുണ്യമാണ് എന്ന് ആലോചിച്ച് നോക്കുകയാണ്. എങ്ങനെയോ യാദൃശ്ചികമായ ഒരു ഗുരുനിയോഗത്താലാണ് 2 ദിവസം മുമ്പാണ് എനിക്ക് ഈ കൃതി എടുക്കണം എന്നുള്ള അറിയിപ്പ് പോലും കിട്ടുന്നത്. അപ്പോൾ എല്ലാം ഒരു ഗുരുവിൻ്റെ നിയോഗം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇയർ പറഞ്ഞു 1925. ഇനി എൻ്റെ സന്ദർഭം എന്താണെന്ന് വെച്ചാൽ, ആര്യ സമാജത്തിൻ്റെ സന്യാസിമാർ ശിവഗിരി മഠത്തിൽ ഗുരുവിനെ കാണാൻ എത്തുകയാണ്. പാലക്കാട് നിന്ന് അവർ വരുന്നത്. അപ്പോൾ അവിടെ അവരുടെ ആ അഗ്രഹാരത്തിൽ ഉണ്ടായ ചില ജാതീയപരമായ വേർതിരിവുകളും ഒരു അധകൃതനായ ഒരുവനെയും വഴിയിലിട്ട് വല്ലാതെ ഉപദ്രവിക്കുകയും തല്ലുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു കാര്യം ഗുരുവിനോട് ചർച്ച ചെയ്യുന്നതിനും ഒക്കെ കൂടിയാണ് സന്യാസിമാർ അവിടെ എത്തുന്നത്. അപ്പോൾ അവരന്ന് അവിടെ താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ അവരൊരു ഹോമം ചെയ്യണമെന്ന് ആഗ്രഹം പറയുമ്പോൾ ആ ഗുരു അതിനെന്താ ഇത് ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഗുരു അപ്പോൾ തന്നെ എഴുതി കൊടുത്ത കൃതിയാണ് ഹോമമന്ത്രം. അപ്പോൾ കണ്ടപ്പോൾ തന്നെ അവർ പറയുകയാണ്, ഇത് വേദമന്ത്രമാണല്ലോ. അപ്പോൾ ഗുരു പറയുകയാണ്, ഇല്ല, ഇത് നാം ഇപ്പോൾ രചിച്ചതാണല്ലോ. അപ്പോൾ പറഞ്ഞു വരുന്നത്,
ഭാരതത്തിൻ്റെ ആ ജ്ഞാനസമ്പത്തിൻ്റെ നിധിപേടത്തിൽ, ആ നിധിപേടകത്തിലേക്ക് സൂക്ഷിച്ചു വെക്കാവുന്ന ഒരു അമൂല്യമായ നിധിയാണ് ഹോമമന്ത്രം. ജ്ഞാനത്തിൻ്റെ സമ്പത്ത് അതിലുള്ളത്. അതിൽ ഓരോ വാക്കും എടുത്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതായത് ആധ്യാത്മശാസ്ത്രത്തിൻ്റെ എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ബൃഹത് ഗ്രന്ഥമായി നമുക്കിതിനെ രൂപപ്പെടുത്താം. പഠന ഗവേഷണ വിഷയമാക്കാവുന്ന തരത്തിലുള്ള അന്തസത്ത ഈ ഹോമമന്ത്രത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗുരുകൃതികൾ രചിക്കുന്നത് അത്രയും സ്വത്വത്തിൽ നിന്നാണ്, അല്ലാതെ മാനസികമായ തലത്തിൽ നിന്നല്ല. ഗുരുവിൻ്റെ അനുഭൂതി തലത്തിൽ നിന്നാണ് എല്ലാ രചനയും വന്നിട്ടുള്ളത്. അപ്പോൾ അത് പഠിക്കുമ്പോൾ നമ്മളും ആ ഒരു അനുഭൂതികമായ തലത്തിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ശിവഗിരി മഠത്തിലും വൈദിക പർണശാലയിലും അതുപോലെ തന്നെ നാരായണ ഗുരുകുലത്തിലും ഗുരുപ്രതിഷ്ഠിതമായ ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലും ഒക്കെ ഈ ഹോമമന്ത്രം ചൊല്ലിക്കൊണ്ടാണ് ഒരു ദിവസം അർപ്പണം ചെയ്തുകൊണ്ടാണ് ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ വൈദികമായ നിയമപ്രകാരം ഇതൊരു മന്ത്രമാണല്ലോ. മന്ത്രത്തിന് ഒരു ഋഷി വേണം, ഒരു ദേവത വേണം, ഛന്ദസ് വേണം. 3 കാര്യങ്ങളുണ്ട് മന്ത്രത്തിന് വേണ്ടത്. അതായത് ദേവത, ഛന്ദസ്, അതുപോലെ തന്നെ ഋഷി. ഇവിടെ ഋഷി ശ്രീനാരായണ ഋഷിയാണ്, ദേവത അഗ്നിയാണ്, ഛന്ദോബദ്ധമല്ല ഈ മന്ത്രം. അപ്പോൾ ഋഷി ശ്രീനാരായണ ഗുരുദേവനാണ്, ദേവത അഗ്നിയാണ്. അപ്പോൾ ജ്വലിക്കുന്ന അഗ്നിയിലേക്ക് ഹവിസുകൾ അർപ്പിച്ചുകൊണ്ട് ഭൗതികമായ സുഖങ്ങൾ ചോദിച്ചു വാങ്ങുന്ന ഒരു ഹോമമല്ല എന്ന് നമ്മൾ ആദ്യം ഇത് മനസ്സിലാക്കുക. അഗ്നിയിലേക്ക് ഹവിസുകൾ അർപ്പിച്ചുകൊണ്ട് ഭൗതിക സുഖഭോഗങ്ങൾ ചോദിച്ചു വാങ്ങുന്ന ഹോമമല്ല ഗുരുവിൻ്റെ ഹോമമന്ത്രം. 1ാമത്തെ പോയിന്റ്, ഇത് ജ്ഞാനമാണ്, ജ്ഞാനയജ്ഞമാണ്. അതായത് നമ്മളെ സമർപ്പിക്കലും തിരിച്ച് നമ്മളിൽ ശ്രേയസ്സോടുകൂടി നമുക്കത് തിരിച്ചു കിട്ടുക. ജ്ഞാനയജ്ഞമാണ്, അദ്വൈതമാണ് ദർശനം. അപ്പോൾ ഒന്നും ഭൗതിക സുഖഭോഗങ്ങൾക്ക് മാത്രമായി ഈ യജ്ഞത്തെ മനസ്സിൽ കാണരുതെന്നർത്ഥം. അദ്വൈതമാണ് ഇതിലെ ദർശനം. അദ്വൈതം എന്ന് പറഞ്ഞാൽ ഏകത, ഈശ്വരനും ഞാനും ഒന്നാണ് എന്ന അനുഭവത്തിലേക്കാണ് നമ്മളെ ഈ ഹോമമന്ത്രം കൊണ്ടുപോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ജീവിതം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ഒരു ദീപത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ്, അല്ലേ? അപ്പോൾ നിരന്തരമായ ഹോമം നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ജന്മം കിട്ടിയ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ജനിച്ചു വീണപ്പോൾ രേഖസും രക്തവും ചേർന്ന് നാം ഒരു ബീജപിണ്ഡമായി, ഒരു ജീവനായി സ്പന്ദിക്കാൻ തുടങ്ങിയപ്പോൾ ഇട്ട എരി, ആ എരി, ആ അഗ്നി നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ ആ അഗ്നിയിലേക്ക് ഹോമം ചെയ്തുകൊണ്ടിരിക്കുക. വിശക്കുമ്പോൾ ആഹാരം ഇട്ട് കൊടുക്കുന്നത്, അല്ലേ? നന്നായി വിഷമിക്കുമ്പോൾ കരച്ചിലായിട്ട് വരുന്നത്, അതൊക്കെ ഈ അഗ്നിയാണല്ലേ ഉണ്ടാകും. ഈ അഗ്നിയിലേക്കുള്ള ഹോമമാണ് അതെല്ലാം. അവസാനം മരിക്കുമ്പോൾ ആ അഗ്നിയിലേക്ക് തന്നെ ഈ ശരീരത്തെ സമർപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അഗ്നിയിൽ തുടങ്ങി അഗ്നിയിലേക്ക് തന്നെ സമർപ്പിക്കുന്നു. ജീവിതമാകെ നിരന്തരമായ ഒരു ഹോമം തന്നെ ആണ്. അപ്പോൾ മന്ത്രം തുടങ്ങുന്നത് ഓം എന്ന പ്രണവാക്ഷരത്തോടു കൂടിയാണ്. ഓം എന്നത് നമ്മളുടെ മനുഷ്യ ശരീരത്തിൻ്റെ ബേസിക് എനർജിയാണ് ഓം. ഈ പ്രപഞ്ചത്തിൻ്റെ ബേസിക് എനർജിയാണ് ഓം. ഇനി സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ 2 ചെവിയും ടൈറ്റായിട്ടൊന്ന് പിടിച്ചിട്ട് നോക്കിയാൽ അതിനകത്തൊരു ശബ്ദം നമ്മുടെ ശരീരത്തിനാകവേ ഈ ഓംകാരം മുഴങ്ങുന്നത് നമുക്ക് കേൾക്കാം. ആ ശബ്ദം തന്നെ പ്രപഞ്ചത്തിലുണ്ട്. അതായത് നാം എന്ന ബീജപിണ്ഡം ജീവനായി തുടിക്കാൻ തുടങ്ങിയത് ശബ്ദത്തോടു കൂടിയാണ്. രേതസും രക്തവും ചേർന്നപ്പോൾ ആദ്യം ഉണ്ടായത് ശബ്ദമാണ്, സൗണ്ട്. ആ ശബ്ദമാണ് പിന്നീട് നാം രൂപമായിട്ട് വന്നത്. ആദിയിൽ വചനമുണ്ടായി, വചനം രൂപമായി. അപ്പോൾ ഈ വചനമാണ് ഈ ശബ്ദം, ഈ ഓംകാരം. അതാണ് നമ്മളുടെ ശരീരത്തിൻ്റെ ബേസിക് എനർജി, ഈ പ്രപഞ്ചത്തിൻ്റെയും ബേസിക് എനർജി. അപ്പോൾ ആ ഓംകാരം ചൊല്ലിക്കൊണ്ടാണ് മന്ത്രം ആരംഭിക്കുന്നത്. അതായത് ബ്രഹ്മപ്രതീകമായ ശബ്ദമാണ് ഓംകാരം. അതായത് ഏതൊരു പ്രവൃത്തി നമ്മൾ എടുത്താലും അതിൽ സ്ഥൂലമെന്നും സൂക്ഷ്മമെന്നും കാരണമെന്നും 3 അടിസ്ഥാനപരമായ തത്വങ്ങളുണ്ട്.
സ്ഥൂല ശരീരം നമ്മുടെ പുറമേ കാണുന്നത്, സൂക്ഷ്മ ശരീരം നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും, അതിന് കാരണമായ ഒരു ശരീരമുണ്ട്, മൂല അജ്ഞാനം എന്ന് പറയും അല്ലേ. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ജീവൻ പോയിരിക്കുന്നത് ആ കാരണത്തിലാണ്. അവിടെ നിന്നാണ് പിന്നെ നമ്മൾ ഉണരുമ്പോൾ എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്ന 3 അടിസ്ഥാന തത്വങ്ങളുണ്ട്. ഇനി അതിനും അതീതമായിട്ട് തുരീയം എന്ന 4മതൊരു അനുഭവം കൂടിയുണ്ട്. ഈ തുരീയ അനുഭവമാണ് ഈശ്വരനിലേക്ക് എത്തിക്കുന്ന തത്വം, ഈശ്വരാനുഭവം, ഈശ്വരനായി മാറുന്ന അനുഭവം. അപ്പോൾ ഇവിടെ ഇത് പറയാൻ കാരണം ഇതിനെ 4നെയും കൂടി കൂട്ടിയിണക്കുന്ന ഒരു മന്ത്രം ഋഷിമാർ സൂത്രരൂപത്തിൽ തന്നിരിക്കുന്നു. അതാണ് ഓംകാരം. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അനുഭവങ്ങളെയും തുരീയ അനുഭവത്തെയും ഒക്കെ ചേർത്ത് കോർത്തിക്കൊണ്ട് ഒരു മന്ത്രം സൂത്രരൂപത്തിൽ തന്നിരിക്കുന്നു ഓംകാരം. ഒരു ഈശാവാസ്യ ഉപനിഷത്തിൽ പറയുന്നുണ്ടല്ലോ, പ്രാണൻ പോം അന്തരാത്മാവിൻ, ഈശാവാസ്യം അല്ലല്ലോ, ഇന്ദ്രിയ വൈരാഗ്യത്തിൽ, പിൻപു നീറാകുമീയുടൽ ഓമെന്നു നീ സ്മരിക്കാത്മൻ കൃതം സർവം സ്മരിക്കുക. ഒരു മന്ത്രവും നമുക്ക് വശമില്ലെങ്കിലും ഓം എന്ന് നീട്ടി ഉച്ചരിച്ചാൽ തന്നെ, അതിലേക്ക് നിന്റെ കർമ്മങ്ങളെല്ലാം സമർപ്പിച്ചാൽ തന്നെ നിനക്ക് മോക്ഷം കിട്ടും, ഈശ്വര സാക്ഷാത്കാരം കിട്ടും എന്നാണ്. അത്രയും ശക്തിമത്തരമായ പ്രണവമന്ത്രം, ബ്രഹ്മപ്രതീകമായ ശബ്ദത്തെ പറഞ്ഞുകൊണ്ടാണ് ഹോമമന്ത്രം ആരംഭിക്കുന്നത്. ഓം. അടുത്ത ഓരോ വാക്കും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഓരോ വാക്ക് എടുത്തു വെച്ച് പറഞ്ഞു തരാം. അപ്പോൾ പറ്റുമെങ്കിൽ അത് കുറിച്ചും കൂടി എടുക്കാം നമുക്ക് കേട്ടോ. ഇനി നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം, ഈ ക്ലാസ് കേൾക്കാത്തവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ തുടക്കം അഗ്നേ തവ യത് തേജസ് തത്, അത് 3 പദമായിട്ട് പിരിക്കാം. യത് തേജഃ തത്, 3 പദം. യത് തേജഃ തത്. ഓം അഗ്നേ തവ യത് തേജഃ തത് ബ്രാഹ്മം. ബ്രാഹ്മം ബ്രഹ്മസംബന്ധിയാണ്. അപ്പൊ ഓംകാരം ചൊല്ലിയതിനു ശേഷം അഗ്നേ വിളിക്കുക. അഗ്നി എന്ന രൂപത്തിന്റെ സംബോധന രൂപമാണ് അഗ്നേ. രാമൻ എന്ന് പറയുമ്പോൾ വിളിക്കുന്ന രാമ, ഇവിടെ രാമ എന്നല്ലേ വിളിക്കുള്ളൂ. അതുപോലെ അഗ്നിയെ ജ്വലിപ്പിച്ചുകൊണ്ട്, അഗ്നിയെ സംബോധന ചെയ്തുകൊണ്ടാണ് മന്ത്രം ആരംഭിക്കുന്നത്. അഗ്നേ, അല്ലയോ അഗ്നേ, തവ നിന്റെ, യുവർ, നിന്റെ, യത് തേജഃ യാതൊരു തേജസ്സുണ്ടോ, യാതൊരു ചൈതന്യമുണ്ടോ, തത് അത്, ബ്രാഹ്മം ബ്രഹ്മസംബന്ധിയാണ്. അത് ഈ ലോകത്തിന് ആദികാരണമായ, ഈ പ്രപഞ്ചത്തിന് ആദികാരണമായ പരബ്രഹ്മത്തിൻ്റെയാണെന്ന്. അപ്പോൾ അഗ്നിയുടെ യാതൊരു തേജസ്സുണ്ടോ, അല്ലയോ അഗ്നി നിന്റെ യാതൊരു തേജസ്സുണ്ടോ, അത് ബ്രഹ്മസംബന്ധിയാണ്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതായത് അഗ്നിക്കൊരു പ്രാധാന്യമുള്ളത് എന്താന്ന് വെച്ചാൽ, പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് അഗ്നി. 5 എലമെന്റ്സിൽ ഒരെണ്ണമാണ് അഗ്നി. അത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളതാണ് അഗ്നി. 5 ഭൂതങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അഗ്നിക്കാണ്. നമ്മുടെ ശരീരവും പഞ്ചഭൂതാത്മകമാണ്, ഈ പ്രപഞ്ചത്തിലെ സകലതും പഞ്ചഭൂതാത്മകമാണ്. പക്ഷെ അഗ്നി എന്ന എലമെന്റ് ആണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ളത്. അതായത് നമ്മൾ എന്താ പറയുക, കഴിക്കുന്ന ആഹാരം ഹാർഡായിട്ടുള്ളതിനെ ലിക്വിഡ് രൂപത്തിലാക്കുന്നതും, ലിക്വിഡിനെ ഹാർഡാക്കുന്നതും, നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നതും, അതുപോലെ നാഡീമിടിപ്പ്, ഊർജം ഉണ്ടാക്കുന്നത്, അങ്ങനെ കൂടുതൽ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് അഗ്നി തത്വമാണ്. അഗ്നിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള എലിമെന്റ്. ഇനി അഗ്നി പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും ശക്തിമത്തരാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ നിങ്ങളിതിൻ്റെ ബേസിക് മനസ്സിലാകുമ്പോൾ, ഈശ്വരനെ, ബ്രഹ്മത്തിനെ അറിയാൻ ഗുരു നമുക്ക് ഓരോരോ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച് തന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം ബ്രഹ്മപ്രതീകമാണ്. ശിവൻ ബ്രഹ്മപ്രതീകമാണ്, സുബ്രഹ്മണ്യം ബ്രഹ്മപ്രതീകമാണ്, ഗണപതി ബ്രഹ്മപ്രതീകമാണ്. ഇറ്റ്സ് ഓൺലി എ ഷേപ്പ്. ആ രൂപം, വിഗ്രഹം ഓൺലി രൂപം, ഒരു പ്രതീകം, ഒരു സിമ്പൽ. ആ സിമ്പൽ എന്തിനാ തന്നെയെന്ന് വെച്ചാൽ അതിനപ്പുറമുള്ള ആ ഈശ്വരനെ അറിയാൻ വേണ്ടിയിട്ടാണ്, പരബ്രഹ്മത്തെ അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രതീകം തന്നത്. അതുപോലെ അഗ്നി എന്ന പ്രതീകത്തെ തന്നിരിക്കുക എന്തിനാന്ന് വെച്ചാൽ, ആ പരമ്പൊരുളിലേക്ക് എത്താൻ വേണ്ടി യജ്ഞയാഗ ഹോമാദികളും ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ളതാണ് എന്നാണ് ഇതിൻ്റെ തത്വം.
എപ്രകാരമാണോ വിഗ്രഹപ്രതിഷ്ഠ നമ്മളെ ബ്രഹ്മത്തിലേക്ക് എത്തിക്കുന്നത്, അതുപോലെ യജ്ഞയാഗ ഹോമാദികളുടെയും ലക്ഷ്യം ഭൗതിക അഭിവൃദ്ധി അല്ല, ആത്മീയമായ അഭിവൃദ്ധിയാണ്. അറിവിൽ ഉണരുക എന്നുള്ളതാണ്, ജീവിത സാക്ഷാത്കാരം നേടുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് 5 ഭൂതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഗ്നിയെ എടുത്ത് പ്രതീകമാക്കിയിട്ട് വെച്ചിട്ട് പറയാണ്, അല്ലയോ അഗ്നിയെ, നിന്റെ യാതൊരു തേജസ്സുണ്ടോ അത് ബ്രഹ്മസംബന്ധിയാണ്, നീ ബ്രഹ്മം തന്നെയാണ്. എന്നുവെച്ചാൽ ബ്രഹ്മം തന്നെയാണെന്നല്ല അതിൻ്റെ അർത്ഥം, ബ്രഹ്മത്തിൻ്റെ പ്രതീകമാണ്. പ്രതീകം ഒരിക്കലും സത്യമാകില്ലല്ലോ, പ്രതീകം മാത്രമാണ്. സത്യം അറിയുമ്പോൾ ആ പ്രതീകം പതുക്കെ മാറും. സത്യത്തിലേക്ക് എത്തുന്നത് വരെ മാത്രമേ നമുക്ക് പ്രതീകം ആവശ്യമുള്ളൂ. ഒരു കോവണി ഉണ്ടെങ്കിൽ സ്റ്റെപ്പ് നമ്മൾക്ക് എന്തിനാ, മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ലല്ലോ. അതുപോലെ അഗ്നിയാണ് ബ്രഹ്മം എന്ന് ധരിക്കരുത്. അഗ്നിയെ ബ്രഹ്മത്തിൻ്റെ പ്രതീകമായി വെച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റ് ഭൂതങ്ങളെ അപേക്ഷിച്ച് അഗ്നിക്ക് പ്രാധാന്യം നമ്മൾ പറഞ്ഞല്ലോ. അതായത് മറ്റ് എലമെൻറ്റിനോട് ചേരുമ്പോൾ അത് ചീത്തയാവുന്നില്ല, അതിനെയും കൂടി ശുദ്ധീകരിച്ചുകൊണ്ട് നിൽക്കും. ഇപ്പോൾ ഭൂമി എന്ന എലമെൻ്റ് ആണെങ്കിൽ അതിനകത്ത് ചീത്ത വസ്തുക്കൾ ഇട്ടാൽ ദുർഗന്ധം വരും. ജലത്തിലേക്ക് ചീത്ത വസ്തുക്കൾ ഇട്ടാൽ ജലം പൊല്യൂട്ടഡ് ആവും, ഭൂമി പൊല്യൂട്ടഡ് ആവും, അല്ലേ? ശബ്ദം പൊല്യൂട്ടഡ് ആവും. അതുപോലെ തന്നെ എല്ലാം മറ്റ് ഭൂതങ്ങളെല്ലാം തന്നെ മറ്റ് വസ്തുക്കളോട് ചേരുമ്പോൾ അത് മലിനമാകും. പക്ഷെ അഗ്നി മാത്രം മറ്റ് വസ്തുക്കളോട് ചേരുമ്പോൾ മലിനമാകുകയുമില്ല, അതിനെ ശുദ്ധീകരിച്ചുകൊണ്ട് സ്വയം ശുദ്ധമായി നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് ഗുരു ഏറ്റവും ശ്രേഷ്ഠമായ അഗ്നിയെ പ്രതീകമാക്കി വെച്ചിട്ട് പറയാണ്, അല്ലയോ അഗ്നിയെ, തവ നിന്റെ യത് തേജഃ, യാതൊരു തേജസ്സുണ്ടോ ചൈതന്യമുണ്ടോ അത് ബ്രഹ്മസംബന്ധിയാണ് എന്ന് പറയുക. ഗുരു വേദാന്ത സൂത്രം എന്ന കൃതി എഴുതി തന്നിട്ടുണ്ട് നമുക്ക്. വേദത്തെ, ഈ 4 വേദങ്ങളിലെയും തത്വങ്ങളെ 24 സൂത്രങ്ങളിലാക്കി ചുരുക്കിക്കൊണ്ട് തന്നിട്ടുണ്ട്. അതിൽ മധ്യഭാഗത്തായിട്ട് ഗുരു പറയുന്നത് തജ്ജ്യോതിഹി, ആ തുടക്കമാണ് പറയുന്നത്, തജ്ജ്യോതിഹി തേനേദം പ്രജ്വലിതം. തജ്ജ്യോതിഹി, ബ്രഹ്മം ജ്യോതിസാണ്. തേന ഇതം പ്രജ്വലിതം, അവനെ കൊണ്ടാണ് ഈ ലോകമെല്ലാം പ്രകാശിക്കുന്നത്, അല്ലേ? അതുപോലെ അവിടെയും ജ്യോതിസായിട്ടാണ്, അഗ്നിയായിട്ടാണ് പറയുന്നത്. ഇവിടെയും ഗുരു അങ്ങനെയാണ് പറയുന്നത്. ഇനി എന്താണ് അഗ്നിക്കും ബ്രഹ്മത്തിനുമുള്ള സിമിലാരിറ്റീസ് അത് നമുക്ക് നോക്കണ്ടേ? എന്തിനാണ് അഗ്നിയെ ഒരു പ്രതീകമാക്കി വെച്ചിട്ട് ഇത് ബ്രഹ്മസംബന്ധിയാണെന്ന് പറഞ്ഞത് നോക്കണ്ടേ? അപ്പോൾ അത് ഒന്നാമത്തെ സിമിലാരിറ്റി എന്താണെന്ന് വെച്ചാൽ, അഗ്നി സർവവ്യാപിയാണ്, എല്ലാത്തിലും ഉണ്ട്. വിറക് നോക്കിയാൽ വിറകിലുണ്ട്. സമുദ്രത്തിലൊരു അഗ്നിയുണ്ട്, ബഡവാഗ്നി എന്ന് പറയും. എത്രയേറെ മഴ വന്നാലും നദി കരകവിഞ്ഞൊഴുകാത്ത എന്തുകൊണ്ടാണ്? അതിലുള്ള അഗ്നി അതിനെ സമീകരിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ വയറിലൊരു അഗ്നിയുണ്ട്, ജഠരാഗ്നി എന്ന് പറയും. അപ്പോൾ അത് നമ്മളെ വിശപ്പുണ്ടാക്കുന്നത് അതാണ്. വിശക്കുമ്പോൾ അയ്യോ വയറ് എരിഞ്ഞ് കത്തണം എന്ന് പറയും, അല്ലേ? അപ്പോൾ നമുക്ക് ദുഃഖം വരുമ്പോൾ അവിടെ ഒരു ചൂട് വരുന്നുണ്ട്, കണ്ണുനീരിന് തന്നെ ചൂടായിരിക്കും. അപ്പോൾ എല്ലായിടത്തും അഗ്നി സർവവ്യാപിയാണ്, ബ്രഹ്മവും സർവവ്യാപിയാണ്. ഒന്നാമത്തെ. 2, അഗ്നിക്ക് എന്താ പറയുക, ചൈതന്യമുണ്ട്, ആ ബ്രഹ്മത്തിനും ചൈതന്യമുണ്ട്. അതുപോലെ തന്നെ അഗ്നി ജ്വലിച്ചുയരുന്നത് മുകളിലേക്ക് ഊർധ്വഗാമിയായിട്ടാണ്. അഗ്നി നമ്മൾ കത്തിക്കുമ്പോൾ മുകളിലോട്ട് കത്തും. അതായത് ബ്രഹ്മവും ഇതുപോലെ തന്നെ ഒരു മനുഷ്യനെ ഏറ്റവും ശ്രേയസ്സിലേക്ക് എത്തിക്കുന്നതാണ് എന്നാണ് അർത്ഥം. അപ്പോൾ എന്താ പറയുക, സിമിലാരിറ്റീസ് കുറേ ഉണ്ട് അഗ്നിയും ബ്രഹ്മവുമായിട്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ട് ഏറ്റവും മോസ്റ്റ് എമിനൻ്റ് ആയിട്ടുള്ള അഗ്നിയെ എടുത്തു വെച്ചിട്ട് ഒരു പ്രതീകമാക്കി വെച്ചിട്ട് പറയുകയാണ്, അല്ലയോ അഗ്നി, നിന്റെ യാതൊരു തേജസ്സുണ്ടോ അത് ബ്രഹ്മസംബന്ധിയാണ് എന്ന് പറയുകയാണ്. ഇനി ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. അഗ്നിയെ ഒരു പ്രതീകമായിട്ടാണ് വെച്ചേക്കുന്നത്. അത് ബ്രഹ്മത്തിൻ്റെ പ്രതീകമാണ്. ഒരിക്കലും ബ്രഹ്മമല്ല. നമ്മളിപ്പോൾ ഗുരുഷട്കം ചൊല്ലിയില്ലേ, നമ്മുടെ ആരാണ് ശിവാനി മോള് ചൊല്ലിപ്പോൾ പറഞ്ഞല്ലോ, ഓം ബ്രഹ്മണേ മൂർത്തിമതേ, അല്ലേ? ഓം ബ്രഹ്മണേ മൂർത്തിമതേ, ബ്രഹ്മം തന്നെ, സാക്ഷാ ബ്രഹ്മം ഒരു രൂപം ധരിച്ച് വന്നതാണ് എൻ്റെ ഗുരു എന്ന് പറഞ്ഞില്ലേ? അതുപോലെ സാക്ഷാ ബ്രഹ്മത്തിനെ ഒരു അഗ്നിയുടെ പ്രതീകമാക്കി വെച്ചേക്കുകയാണ്. ഒത്തിരി ഈ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭൂതമായതുകൊണ്ട് അഗ്നിയെ ഒരു സിമ്പിളാക്കി വെച്ചു. സിമിലാരിറ്റീസ് ഞാൻ പറഞ്ഞു. ഇനി ഒരു കാര്യത്തിൽ ഡിസിമിലാരിറ്റി ഉണ്ട്, ചേരുന്നില്ല. അതെന്താന്ന് വെച്ചാൽ
അഗ്നി പ്രത്യക്ഷമാണ്, ബ്രഹ്മം പ്രത്യക്ഷമല്ല. അഗ്നി നമുക്ക് കണ്ണുകൊണ്ട് കാണാം, ബ്രഹ്മത്തെ കാണാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞില്ലേ, ദൈവം കണ്ണില്ലാതെ കാണുകയും മൂക്കില്ലാതെ മണക്കുകയും ത്വക്കില്ലാതെ സ്പർശിക്കുകയും ചെവിയില്ലാതെ ശ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന ചിത് സ്വരൂപനാണ് എന്ന് പറഞ്ഞു അല്ലെ. ആ ബ്രഹ്മത്തിന് രൂപമില്ല. ആ രൂപമില്ലാത്ത ബ്രഹ്മത്തെ നമുക്ക് പ്രാപിക്കണമെങ്കിൽ, സാക്ഷാത്കരിക്കണമെങ്കിൽ സാധാരണക്കാരായ നമുക്കൊരു പ്രതീകം വേണം. അതുകൊണ്ട് യജ്ഞം ചെയ്യുമ്പോൾ പോലും ഒരു പ്രതീകമായി അഗ്നിയെ വെച്ചിട്ട് ഗുരു രചിച്ചു തന്നിരിക്കുന്ന കൃതി അതീവ ശ്രേഷ്ഠമാണ്. നമ്മൾ അതെന്തിനാണ് ഗുരു തന്നത്, എൻ്റെ തത്വം അറിഞ്ഞു വേണം ഇനി ഓരോ ഹോമവും ഇത് പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാനായിട്ട്. അപ്പോൾ രണ്ടിനും സിമിലാരിറ്റി ഉണ്ടെങ്കിൽ ഒരു ഡിസിമിലാരിറ്റി പറഞ്ഞ ഇതാണ്, അഗ്നി പ്രത്യക്ഷമാണ്, ബ്രഹ്മം പ്രത്യക്ഷമല്ല. അതുകൊണ്ടാണ് പറഞ്ഞ അധഃ ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി. അതുകൊണ്ട് എന്ന് പറയുമ്പോൾ ഏതുകൊണ്ട്? അല്ലയോ അഗ്നി, നിന്റെ യാതൊരു തേജസ്സുണ്ടോ അത് ബ്രഹ്മസംബന്ധിയാണ്, ബ്രഹ്മത്തിന്റെ തന്നെയാണ്. അതുകൊണ്ട് നീ പ്രത്യക്ഷത്തിലുള്ള ബ്രഹ്മമാണ്. അതായത് വാക്കുകൊണ്ട് പറയാൻ പറ്റാത്ത, ചിന്ത കൊണ്ട് ചെയ്യാൻ പറ്റാത്ത, മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ പറ്റാത്ത, വാക്കിനും പ്രവൃത്തിക്കും ചിന്തയ്ക്കും എത്താൻ പറ്റാത്ത ആ പരബ്രഹ്മ സ്വരൂപത്തെ, പരമചൈതന്യത്തെ ഒരു സാധാരണ മനുഷ്യന്റെ ദർശന പരിധിയിലേക്ക് താഴ്ത്തിക്കൊണ്ട് വരണമെങ്കിൽ അവിടെ ഒരു സിമ്പൽ ആവശ്യമാണ്, പ്രതീകം ആവശ്യമാണ്. നമ്മൾ മാനസിക ഹോമം ചെയ്യുമ്പോൾ ബ്രഹ്മത്തിന് സമർപ്പിക്കാൻ പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഓരോരോ അഗ്നി വെച്ചിട്ട് നമ്മളിത് ബ്രഹ്മമാണെന്ന് ഗുരു പരിചയപ്പെടുത്തി തരിക നമ്മളെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഗുരു അറിഞ്ഞ അനുഭൂതിയെ, അനുഭവിച്ച ആത്മാനന്ദ അനുഭൂതിയെ പകർന്നു കൊടുക്കണം അല്ലെ. തന്നാൽ കരയേറ്റേണ്ടുന്നവർ എത്ര പേരി താഴത്തു പാഴ്ചേറ്റിലമർന്നിരിക്കെ താൻ ഒറ്റയിൽ ബ്രഹ്മപദം കൊതിക്ക തപോനിധിക്ക് എന്തൊരു ചാരിതാർത്ഥ്യം അല്ലെ. തൻ്റെ മുക്തി മാത്രം ഗുരു കണ്ടില്ല, താൻ മുക്തമാകണമെങ്കിൽ തന്നോടൊപ്പം ഉള്ള സഹജാതരെയും കൂടി മുക്തിയിലേക്ക് എത്തിക്കണമെന്ന് കണ്ടതുകൊണ്ടല്ലേ ഗുരു ഒരു പ്രതീകം വെച്ചുകൊണ്ട് ഇങ്ങനെ ഹോമം ചെയ്യൂ. ഹോമത്തിന്റെ തത്വം ഇതാണ്. നശ്വരങ്ങളായ ഭൗതിക സുഖഭോഗങ്ങൾ ചോദിച്ചു വാങ്ങിയാൽ അതൊക്കെ നശ്വരമാണ്. ഈ ശരീരവും നശ്വരമാണ്. ആത്മീയമായ ശ്രേയസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നീ ചെയ്യേണ്ടത്. യജ്ഞം ചെയ്യുമ്പോഴും യാഗം ചെയ്യുമ്പോഴും നിന്റെ മനസ്സിലെ ചിന്തയും നീ എത്തേണ്ട തത്വവും അതായിരിക്കണം. അതാണ് ഗുരു മുന്നിൽ കണ്ടത്. അപ്പം നമ്മൾ എന്തായാലും ഇപ്പോഴെങ്കിലും പഠിച്ചു തുടങ്ങിയല്ലോ. അത് തന്നെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് തന്നെ കരുതുക. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇതിലേക്ക് വരുമ്പോൾ ഏറ്റവും സന്തോഷമാണ് ആ കുഞ്ഞുങ്ങളെ കൊണ്ട് പ്രാർത്ഥന ചൊല്ലിപ്പിച്ചത് തന്നെ. അതുങ്ങളുടെ ഈണമോ അതുങ്ങൾ അതിൽ വരുന്ന തെറ്റുകളോ ഒന്നും ഒരു പ്രശ്നമല്ല. ആ കുഞ്ഞുങ്ങളെ അതിന് മനസ്സ് കൊടുത്ത രക്ഷിതാക്കളുണ്ടല്ലോ, ആ രക്ഷിതാക്കളെ ആ കുഞ്ഞുങ്ങൾ ജീവിതാവസാനം വരെ പൊന്നുപോലെ നോക്കും. എന്താണെന്നറിയോ? കാരണം ഗുരുവിൻ്റെ ദർശനം അവരുടെ ജീവിതത്തിൻ്റെ വെളിവാർന്നതാണ്, സംശയമൊന്നുമില്ല. എനിക്ക് കരച്ചിൽ വന്നുപോയി കുഞ്ഞുങ്ങൾ ആ പ്രാർത്ഥന ചൊല്ലിയപ്പോഴേ വളരെ സന്തോഷം തോന്നി. അപ്പോൾ നമ്മൾ പറഞ്ഞത് അഗ്നിക്കും ബ്രഹ്മത്തിനും സമാനതകളുണ്ടെന്ന് പറഞ്ഞു. സമാനതയില്ലാത്ത ഒരു കാര്യത്തിനാണെന്ന് പറഞ്ഞു. അഗ്നി പ്രത്യക്ഷമാണ്, ബ്രഹ്മം പ്രത്യക്ഷത്തിലുള്ളത് അല്ല എന്ന് പറഞ്ഞു. അതായത് അതുകൊണ്ട് പറയുന്ന അധഃ, അതുകൊണ്ട് ത്വം നീ, ത്വം എന്ന വാക്കിന് നീ എന്നർത്ഥം. നീ എന്ന് പറയുന്ന ഇവിടെ അഗ്നിയെയാണ് സംബോധന ചെയ്യുന്നത്. നീ പ്രത്യക്ഷം ബ്രഹ്മ അസി. അതുകൊണ്ട് അധഃ അതുകൊണ്ട് ത്വം നീ അഗ്നി, അർത്ഥം എഴുതണമെങ്കിൽ എഴുതിക്കോട്ടെ. പ്രത്യക്ഷത്തിലുള്ള ബ്രഹ്മ അസി. അസി എന്നുള്ള വാക്കിന് ഈസ് എന്നുള്ള അർത്ഥമുള്ളൂ. യു ആർ. ത്വം അസി എന്ന് പറഞ്ഞാൽ യു ആർ അല്ലെ. അസി, അസ്ഥി എന്നുള്ള രൂപത്തിന്റെ മധ്യമപുരുഷ ഏകവചനാണ് അസി. ത്വം അസി, നീ ബ്രഹ്മമാകുന്നു. പ്രത്യക്ഷത്തിലുള്ള, അവിടെ പ്രത്യക്ഷം റൗണ്ട് ചെയ്യണം. ബ്രഹ്മം പ്രത്യക്ഷമല്ലാന്ന് പ്രത്യേകം ഓർത്തോണം. ബ്രഹ്മം നമുക്ക് ബുദ്ധിക്ക് ഒന്നും അറിയാവുന്നതല്ല. ബുദ്ധിയെയും അടക്കുമ്പോൾ സാക്ഷാത്കരിക്കുന്നതാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തിലേക്ക് എത്തിക്കാനുള്ള വഴി ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നീ പ്രത്യക്ഷം ബ്രഹ്മാസി, പ്രത്യക്ഷത്തിലുള്ള ബ്രഹ്മമാണ്. അല്ലയോ അഗ്നി, നീ ബ്രഹ്മത്തിൻ്റെ
കണ്ണുകൊണ്ട് കാണാനാവാത്ത പ്രതീകമാണ്. അതൊന്ന് എഴുതി വെച്ചു ആ വാക്കിന്റെ അർത്ഥം. അല്ലയോ അഗ്നേ, നീ ബ്രഹ്മത്തിന്റെ കണ്ണുകൊണ്ട് കാണാനാവാത്ത പ്രതീകമാണ്. ആദ്യത്തെ വാക്കിൽ അല്ലയോ അഗ്നേ, നിന്റെ യാതൊരു തേജസ്സുണ്ടോ അത് ബ്രഹ്മസംബന്ധിയാണ്. ഒന്നാമത്തെ വാക്കിന്റെ അർത്ഥം, ഒന്നാമത്തെ ലൈൻ. അതഹ, അതുകൊണ്ട് ത്വം പ്രത്യക്ഷം ബ്രഹ്മ അസി. ബ്രഹ്മ അസി ത്വമിനോട് ചേർന്ന് വരുന്ന ക്രിയാരൂപമാണ്. അസി, ആകുന്നു, അത്രയേ ഉള്ളൂ. തത്വമസി, തത് ത്വം അസി എന്ന് പറഞ്ഞ പോലെ ഇവിടെ ബ്രഹ്മ അസി, നീ പ്രത്യക്ഷത്തിലുള്ള ബ്രഹ്മമാകുന്നു. അല്ലയോ അഗ്നേ, നീ ബ്രഹ്മത്തിന്റെ കണ്ണുകൊണ്ട് കാണാനാവാത്ത പ്രതീകമാണ്. കാണാനാവാത്ത അല്ല, കാണാവുന്ന കേട്ടോ, സോറി, കാണാവുന്ന പ്രതീകമാണ്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് നമ്മൾ ഈ ഹോമോന്ത്രമൊക്കെ പഠിക്കുമ്പോൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മളാൽ ആകുന്ന പോലെ വഴിപാടുകൾ കൊണ്ടുപോകും. പുഷ്പങ്ങളാണെങ്കിലും പഴമാണെങ്കിലും ചന്ദനത്തിരി ആണെങ്കിലും നെയ്യാണെങ്കിലും ഇതൊക്കെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും. ഈ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മനോ അവസ്ഥ എങ്ങനെയായിരിക്കണം എന്നും കൂടി അറിയണം. അതായത് നമ്മൾ കൊണ്ടുപോകുന്ന വസ്തു കൊടുത്തിട്ട് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയായിട്ടല്ല കൊണ്ടുപോകേണ്ടത്. ഇത് സമർപ്പണമാണ്. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ അഭ്യാസമാണ്, അതിൻ്റെ ഒരു പ്രാക്ടീസാണത്. നീ തന്ന ആ ചൈതന്യത്തിലാണ് എൻ്റെ കൈ അനങ്ങണമെങ്കിൽ പോലും നിന്റെ ചൈതന്യം എടുക്കണം. എൻ്റെ കണ്ണ് പ്രവർത്തിക്കണമെങ്കിലും ചെവി ശബ്ദം എടുക്കണമെങ്കിലും കൈകൊണ്ട് പ്രവർത്തിക്കണമെങ്കിലും ഞാൻ ജോലി ചെയ്ത പൈസ പോക്കറ്റിൽ പോകണമെങ്കിലും ഒക്കെ നീ എന്ന ചൈതന്യത്തിൽ ഇരുന്നുകൊണ്ടാണ്. അപ്പൊ ഞാൻ നിന്നിൽ സമർപ്പിതമാണ്. എൻ്റെ ഈ ശരീരം പോലും എൻ്റേതല്ല. എൻ്റേതാണെങ്കിൽ ഈ ശരീരത്തിന് രോഗം വരുന്നത് ഞാൻ ഉദ്ദേശിച്ചിട്ടാണോ? നിലച്ചിരിക്കാതെയാണ് മരിച്ചു പോണത് നമ്മൾ കരുതിയിട്ടാണോ? നമ്മുടേതാണെങ്കിൽ നമുക്ക് അതിന് സ്വാതന്ത്ര്യം ഉണ്ടാകണ്ടേ? ആ ശരീരം പോലും എൻ്റേതല്ല എന്ന ആ ഒരു ഭാവത്തിൽ നമ്മൾ എത്തുമ്പോൾ നമ്മൾ ഈശ്വരൻ്റെ മുമ്പിൽ സമർപ്പിതരാകുകയും ചെയ്യും. സംശയമൊന്നുമില്ല അവിടെ. ആ ഒരു സമർപ്പണം ഇല്ലാത്തതാണ് ഇന്ന് ലോകത്തുള്ള കലഹങ്ങൾക്കും അസമത്വങ്ങൾക്കും ഭയാനകമായ ഈ ലോക ജീവിതത്തിനൊക്കെ കാരണം അതാണ്. അപ്പോൾ പൂജാദ്രവ്യമായി അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കൊടുക്കേണ്ടത് എന്താണെന്നറിയോ? ഇതം നമമ, ഇതെൻ്റെ അല്ല, എൻ്റെ മനസ്സാണിത്, പക്ഷെ അതും എൻ്റെയല്ല, നിന്റെയാണ്. ത്വം ഏവ അഹം, നീ തന്നെയാണ് ഞാൻ. ഇനി അങ്ങനെ കൊടുക്കാവുള്ളൂ കേട്ടോ. അങ്ങനെ കൊടുത്ത് നിങ്ങൾ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിന് അപ്പം മാറ്റം വന്നു തുടങ്ങും. ഇല്ലെങ്കിൽ ഞാൻ പണിയെടുത്ത പൈസ കൊണ്ടുപോയി തരുന്നു, ദൈവമേ നീ എനിക്ക് ഇങ്ങോട്ട് താട്ടോ, ആജ്ഞാപിക്കല. ദൈവത്തിൻ്റെ പൈസ എടുത്ത് ദൈവത്തിന് കൊടുത്തിട്ട് ദൈവത്തിനോട് ആജ്ഞാപിക്കുന്ന മൂഢത്വം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ടു നീ ചരിക്കമുക്തനായി ആശിക്കരുത് ആരുടെയും ധനം, അല്ലേ? അപ്പോൾ ഇവിടെ യജുർവേദത്തിൽ ശിക്ഷാവല്ലി അധ്യായത്തിൽ പറയുന്നുണ്ട്, ഹ്രിയാദേയം ഭിയാദേയം സംവിധാദേയം. നീ ഒരാൾക്ക് ഒരു ദരിദ്രന് ദാനം ചെയ്യുമ്പോൾ ഞാൻ യജമാനും നീ ദരിദ്രവാസിയല്ലതാ എൻ്റെ പണം നിനക്ക് തരുന്നു എന്നല്ല വേണ്ടത്. ആ ദരിദ്രൻ്റെ മുമ്പിൽ അവനേക്കാൾ താഴണം നീ. അണ്ട് ഒരു പേടിയോടുകൂടിയാണ് കൊടുക്കേണ്ടത്. കാരണം ഇത് കൊടുക്കാൻ എനിക്കെന്താ അവകാശം? ഈശ്വരൻ്റെ ധനം എടുത്ത് ഞാൻ എൻ്റെ അധിപനാണെന്ന് പറഞ്ഞ് കൊടുക്കാൻ എന്താ അവകാശം? അല്ലെങ്കിൽ എൻ്റെ മുന്നിലേക്ക് ദരിദ്രൻ്റെ വേഷത്തിൽ വന്ന് എന്നെ കൊണ്ട് ഈ പുണ്യകർമ്മം ചെയ്യിപ്പിച്ച നിന്നോട് എനിക്ക് ഏറ്റവും ആദരവെന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ടത്. പിച്ചക്കാരാ നീ കൊണ്ടുപോകുന്നു പറഞ്ഞല്ല, അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ വേദം നമുക്ക് തരുന്ന സംസ്കാരം, അല്ലേ? അപ്പോഴൊക്കെ നമ്മൾ എത്ര ശുദ്ധീകരിക്കപ്പെടും, എത്ര നമ്മൾ താഴും. അപ്പോൾ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് ദ്രവ്യങ്ങൾ നമ്മളെ സമർപ്പിക്കുന്നതിന് തുല്യമാണ്, നമ്മുടെ അഹന്ത സമർപ്പിക്കുന്നതിന് തുല്യമാണ്, അല്ലാതെ ചോദിച്ചു വാങ്ങാനല്ല. ഈ ലോകത്തൊന്നും നമുക്ക് ദൈവങ്ങളോടൊന്നും ചോദിച്ചു വാങ്ങാനില്ല. തരാനുള്ള ഒക്കെ ശരീരത്തിൽ ഇട്ടാണ് തന്നിരുന്നത്, അല്ലേ? കൊടുക്കാനേ ഉള്ളൂ. കൊടുക്കലാണ് ഈ ഹോമവും. അതാദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ജീവിത മാർഗം അന്വേഷിച്ച് പലയിടങ്ങളിൽ കഴിയുന്ന നാം, അല്ലേ? ഈ ലോകമെല്ലാം ഒന്നാണെന്ന് പറഞ്ഞ ഗുരുവിൻ്റെ ദർശനത്തെയും കൂടി നെഞ്ചിലേറ്റുമ്പോൾ എത്ര ഭാഗ്യവാന്മാരാണ് നിങ്ങൾ. ഏത് കോർണറിൽ ഇരുന്നെങ്കിലും നിങ്ങളുടെ ചെവിയിലേക്ക് ഇത് എത്തിക്കുന്നില്ലേ ഗുരു? നമ്മളെ കൂടെ ഇത് പറയിപ്പിക്കാൻ ശക്തി വരുന്നില്ലേ? അവിടേക്കാണ് നമ്മൾ ഓർക്കേണ്ടത്. അതായത് ഗുരു ഒരു വഴിയും വഴികാട്ടിയുമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്, ദേശികനായിട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ.
ഗുരു അനുഭവിച്ച് സാക്ഷാത്കരിച്ച ആ മാർഗത്തിന്റെ ദുഷ്കരമായ അനുഭവങ്ങളെ പറഞ്ഞിട്ട് അതിനെ നീ തരണം ചെയ്യാൻ നീ ഇങ്ങനെ ജീവിക്കൂ, അങ്ങനെ ജീവിക്കല്ലേ എന്ന് പറഞ്ഞു തരികയാണ്. അപ്പോൾ ആ ഗുരുവിൻ്റെ വാക്കുകൾ നമ്മൾ ശരിക്കും നെഞ്ചിലേറ്റുക തന്നെ വേണം. ഇനി അടുത്ത വരിപ്പം നമ്മൾ രണ്ടുപേര് പറഞ്ഞു. ഓം അഗ്നേ തവ യത് തേജസ് തത് ബ്രഹ്മം. അഗ്നിയുടെ യാതൊരു തേജസ്സുണ്ടോ അത് ബ്രഹ്മസംബന്ധിയാണ്. അതഹ അതുകൊണ്ട് ത്വം നീ പ്രത്യക്ഷം ബ്രഹ്മ അസി പ്രത്യക്ഷത്തിലുള്ള ബ്രഹ്മമാകുന്നു. അപ്പൊ ബ്രഹ്മം എന്ന ബ്രഹ്മപ്രതീകമാക്കി അഗ്നിയെ കണ്ടുകൊണ്ട് അഗ്നിയിലേക്ക് നമ്മൾ ഹവിസുകളെ സമർപ്പിക്കാൻ പോവുകയാണ്. ഇനി അടുത്ത വരിയാണ് ത്വദീയ ഇന്ദ്രിയാണി മനോബുദ്ധിരിതി സപ്തജിഹ്വാഹ. ത്വദീയ ഇന്ദ്രിയാണി, ത്വദീയ ത്വം എന്നുള്ളതിൻ്റെ മറ്റൊരു രൂപമാണ് ത്വദീയ, നിന്റേതായിട്ടുള്ള ഇന്ദ്രിയാണി മനോബുദ്ധിരിതി, പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും. ഇന്ദ്രിയാണി എന്ന് പറഞ്ഞാൽ നമുക്ക് 5 സെൻസ് ഓർഗനാണ് ഉള്ളത്. ഏതൊക്കെ? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. പിന്നെ അതുകൂടാതെ അന്ധകരണം, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഇതിനെ ഗുരു 2ആയിട്ട് പറഞ്ഞേക്കുക. മനസ്സും ബുദ്ധിയും ചേർന്ന് 7 എണ്ണം ആയില്ലേ? 5 ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളും അർത്ഥം എഴുതിക്കൊള്ളണം കേട്ടോ. നിന്റേതായ 7 നാക്കുകൾ ഏതൊക്കെയാണത്? 5 ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമാണ്. പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമാണ് ജിഹ്വാഹ. 7 ജിഹ്വാഹ എന്ന് പറഞ്ഞാൽ നാവുകൾ. അഗ്നിയുടെ ജ്വാലയ്ക്കാണ് നാവ് എന്ന് പറയും. അഗ്നി കത്തി എരിയുമ്പോൾ അഗ്നിയിലേക്ക് ഇന്ധനം ഇട്ട് കൊടുക്കുമ്പോൾ അത് കത്തി എരിയുന്ന ആ തീജ്വാലയ്ക്കാണ് ജിഹ്വ എന്ന് പറയാം. നാവ് എന്നർത്ഥം, നാക്ക്, ജിഹ്വയ്ക്ക്. എന്ന് പറഞ്ഞാൽ 7. ത്വദീയ എന്ന് പറഞ്ഞാൽ നിന്റേതായ 7 നാക്കുകളാണ്. ഏതൊക്കെയാ? ജിഹ്വകളാണ് 5 ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും. അപ്പൊ അതിന്റെ ആശയം നമുക്ക് ഇങ്ങനെ എഴുതാം. പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും നിന്റെ 7 നാക്കുകളാണ്. നിന്റേതായിട്ടുള്ള 7 നാക്കുകൾ 5 ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ചേർന്നതാകുന്നു. അപ്പൊ അഗ്നിക്ക് 7 നാക്കുണ്ടെന്നാണ് പറയുന്നത് അല്ലെ? മുണ്ടകോപനിഷത്ത് പറയുന്ന അഗ്നിക്ക് 7 നാക്കുണ്ട്. അതായത് ഒന്ന് കാളി എന്ന രൂപമാണ്. കാളി നമ്മളൊക്കെ പണ്ട് കാലത്തൊക്കെയാണ് അടുക്കളയിൽ ആളുകൾ വിറക് ഉപയോഗിച്ച് തീ കത്തിക്കുമ്പോൾ ഈ പലതരത്തിലുള്ള തീ പല സ്വഭാവത്തിൽ കത്തുന്നതൊക്കെ നമ്മൾ പണ്ടുള്ള മുത്തശ്ശിമാർക്കൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇപ്പം അടുപ്പ് കത്തിക്കുന്നവരില്ലല്ലോ. എന്നാലും പുറത്ത് തീയിടുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കാളി, കറുത്തിരുണ്ട പുകയോട് കൂടിയ തീ, അത് ഒരെണ്ണം. അടുത്തത് കരാളി, എല്ലാറ്റിനെയും വിഴുങ്ങാനായി വാ പിളർന്നുകൊണ്ട് നിൽക്കുന്ന രൂപമാണ് കരാളി. വളരെ ഭീകരം, വളരെ പേടിപ്പെടുത്തുന്ന രീതിയിൽ കത്തിപ്പടരുന്ന തീ കരാളി എന്ന് പറയും. അടുത്ത മനോജവ, മനസ്സിനേക്കാൾ വേഗതയേറി കത്തിപ്പടരുന്ന തീക്കാണ്. വേഗം പറന്നു പിടിക്കും. അതിനാണ് മനോജവ, മനസ്സിനെ ജയിച്ച വേഗതയുള്ളത്. അടുത്ത സുലോഹിത, അതായത് ചുവന്ന വർണ്ണത്തോടു കൂടി കത്തി എരിയുന്ന തീജ്വാലയ്ക്കാണ് സുലോഹിത എന്ന് പറയുക. അടുത്ത സുദ്രുമവർണ്ണ, അതായത് ചാരനിറത്തിൽ കത്തുന്നു, ഊതനിറം എന്ന് പറയും. ചാരനിറത്തിൽ കത്തി എരിയുന്ന തീ. അടുത്തത് സ്ഫുലിംഗിനി, പൊട്ടിത്തെറിച്ചുകൊണ്ട് കത്തുന്ന തീജ്വാല. അടുത്തത് വിശ്വരുചി, ഈ ലോകം മുഴുവൻ വിഴുങ്ങാൻ എന്ന പോലെ പെട്ടെന്ന് പറന്നു പിടിക്കുന്ന തീ. അങ്ങനെ അഗ്നിക്ക് 7 നാക്കുകളുണ്ട്. നിനക്ക് 5 എത്രയും ആ 7 നാക്കുകൾ എന്തായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത്? 5 ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധി. എന്തോ? കാളി, കരാളി, മനോജവ, സുലോഹിത. സുലോഹിത അതായത് രക്തവർണ്ണത്തോടുകൂടി കത്തി എരിയുന്ന തീ, സുലോഹിത. അടുത്ത സുദ്രുമവർണ്ണ, സുദ്രുമവർണ്ണ ഊതനിറം അല്ലെങ്കിൽ ചാരനിറത്തിൽ കത്തി എരിയുന്ന തീയാണ് സുദ്രുമവർണ്ണ. അടുത്തത് സ്ഫുലിംഗിനി, പൊട്ടിത്തെറിച്ചുകൊണ്ട് കത്തുന്നത്. തീ കത്തിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിക്കൂല്ലേ, നമ്മളൊക്കെ എപ്പോഴും കാണുന്നത്. സ്ഫുലിംഗിനി. അടുത്ത വിശ്വരുചി, ഈ ബ്രസീലൊക്കെ പടർന്നു പിടിച്ചല്ലേ ലോകം മുഴുവൻ കാട്ടുതീ. വിശ്വരുചി, വിശ്വരുചി,
ലോകം മുഴുവൻ വിഴുങ്ങാനുള്ള വിശപ്പുള്ളത്. അങ്ങനെ 7 നാക്ക്. ഇനി അടുത്ത ശ്രദ്ധിക്കുക. അപ്പൊ വാക്കിന്റെ അർത്ഥം, ആ വരിയുടെ അർത്ഥം കിട്ടിയോ? ത്വദീയ ഇന്ദ്രിയാണി മനോബുദ്ധിരിതി സപ്ത ജിഹ്വാഹ. പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും നിന്റെ 7 നാക്കുകളാണ്. നമുക്കൊക്കെ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയിലൂടെയല്ലേ നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിച്ച് ബുദ്ധി കൊണ്ട് തീരുമാനമെടുത്ത് ഇന്ദ്രിയങ്ങളിലൂടെ അറിഞ്ഞൊക്കെയല്ലേ നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ അഗ്നിയും ഈ ജ്വാലയിലൂടെയാണ്, എന്താ ഇന്ധനം ഇട്ട് കൊടുക്കുമ്പോൾ ഈ ജ്വാലയിലൂടെയാണ് അത് പുറത്തേക്ക് വരുന്നത്. അതായത് ഇങ്ങനെ പറയാം, 7 ഭാവത്തിൽ തീ കത്തി എരിയുമ്പോഴും 7 രൂപത്തിലുള്ള നാക്കുകൾ നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ 7 ഭാവത്തിലൂടെ തീ കത്തി എരിയുമ്പോഴും അതിലെല്ലാം ഇരുന്ന് കത്തുന്നത് ഒരേ തീ തന്നെയാണ്. ഒരേ തീയാണ്, ശ്രദ്ധിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരേ തീയാണ് 7 ഭാവത്തിൽ കത്തി എരിയുന്നത്. ഒരേ അറിവാണ് മനസ്സിലൂടെ 5 ഇന്ദ്രിയങ്ങളിലൂടെയും ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധമായി മാറുന്നത്. ഒരേ ഒരു അറിവ് തന്നെ കണ്ണിലൂടെ വരുമ്പോൾ കാഴ്ചയായും, മൂക്കിലൂടെ വരുമ്പോൾ ഗന്ധമായും, നാവിലൂടെ വരുമ്പോൾ രസമായും, ത്വക്കിലൂടെ വരുമ്പോൾ സ്പർശമായും, ചെവിയിലൂടെ വരുമ്പോൾ ശബ്ദമായും മാറുന്നത് ഒരേ ഒരു ആത്മബോധം തന്നെയാണ്, അറിവ് തന്നെയാണ്. അതുപോലെ ഒരേ ഒരു അഗ്നി തന്നെയാണ് 7 ജ്വാലകളിലൂടെ പല ഭാവങ്ങളായി കത്തി എരിയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരഗ്നി തന്നെയാണ് 7 ഭാവത്തിൽ കത്തുന്നത്. ഒരറിവ് തന്നെയാണ് 5 ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും ബുദ്ധിയിലൂടെയും പുറത്തേക്ക് വരുന്നത്. അതായത് ഉപകരണങ്ങളുടെ വ്യത്യാസം അനുസരിച്ച് അറിവിന്റെ രൂപം മാറുന്നു എന്നർത്ഥം. അറിവ് ഏകമാണ്, അത് മാറുന്നില്ല. പക്ഷെ ഉപകരണങ്ങളുടെ വ്യത്യാസം അനുസരിച്ച് മാറ്റം വരുന്നു എന്നർത്ഥം. അപ്പൊ നമുക്കറിയാം, ഒരു വൈദ്യുതി തന്നെയാണല്ലോ ഫ്രിഡ്ജിൽ വരുമ്പോൾ തണുപ്പാവും അല്ലേ, അതുപോലെ തന്നെ ഫാനിൽ വരുമ്പോൾ അത് കാറ്റായിട്ട് വരും. അങ്ങനെ ഓരോ ഉപകരണങ്ങളുടെ വ്യത്യാസം അനുസരിച്ച് മാറ്റം വരുന്നു. അപ്പോൾ ഇവിടെയും അഗ്നിയും അറിവും തമ്മിലുള്ള സാദൃശ്യമാണ് കാണുന്നത്. ഇവിടെയും അഗ്നിയും അറിവും തമ്മിലുള്ള സിമിലാരിറ്റീസ് ആണ്, സാദൃശ്യമാണ് കാണുന്നത്. അതായത് അഗ്നിയുടെ 7 നാക്കുകൾ ഇന്ദ്രിയ മനോവൃത്തികൾക്ക് തുല്യമാണ്. അഗ്നി 7 നാക്കിലൂടെയാണ് ഇത് എടുക്കുന്നത്. നമ്മളും എങ്ങനെയാണ് ചെയ്യുന്നത്? മനസ്സിലൂടെ എടുത്തിട്ട് ഇന്ദ്രിയങ്ങളിലൂടെയല്ല പ്രവർത്തിക്കുന്നത്. അതായത് ആത്മാവിന് പ്രവർത്തിക്കാനുള്ള ഉപകരണങ്ങളാണ് മനസ്സും ഇന്ദ്രിയങ്ങളും. മനസ്സിന്റെ നിർദ്ദേശം അനുസരിച്ച് ഇന്ദ്രിയം പ്രവർത്തിക്കുള്ളൂ. അപ്പൊ മനസ്സ് പറയണേ എനിക്ക് ആ കാഴ്ച കാണണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ കണ്ണങ്ങോട്ട് പോവില്ല. മനസ്സാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കണേ. അപ്പോൾ ആത്മാവിന്റെ അറിവിനുള്ള ഉപകരണങ്ങളാണ് മനസ്സും ഇന്ദ്രിയങ്ങളും. അതാണ് ആദ്യം അറിയേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ആ വാക്കിന്റെ അർത്ഥമായെന്ന് തോന്നുന്നു. ത്വദീയ ഇന്ദ്രിയാണി മനോബുദ്ധിരിതി സപ്ത ജിഹ്വാഹ. പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും നിന്റെ 7 നാക്കുകളാണ്. ഇനി അടുത്ത നോക്കൂ. അങ്ങനെയുള്ള നിന്നിലേക്ക് ഇപ്പൊ എന്തൊക്കെ നമ്മൾ പഠിച്ചു. ഇപ്പോ അഗ്നേ തവ തേജസ്തദ് ബ്രഹ്മം, അല്ലയോ അഗ്നേ നിന്റെ ഏത് തേജഹ, യാതൊരു തേജസ്സുണ്ടോ അത് ബ്രഹ്മസംബന്ധിയാണ്. അതഹ ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി, അതുകൊണ്ട് നീ പ്രത്യക്ഷത്തിലുള്ള ബ്രഹ്മമാകുന്നു. ത്വദീയ ഇന്ദ്രിയാണി മനോബുദ്ധിരിതി സപ്തജിഹ്വാഹ, നിന്റേതായിട്ടുള്ള 7 നാക്കുകൾ 5 ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ചേർന്നതാകുന്നു. നിന്റെ 7 നാക്ക് ഈസ് ഈക്വൽ ടു എന്ത്? 5 ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി. എന്നിട്ട് പറയാണ് ത്വയി വിഷയ ഇതി സമിധോ ജുഹോമി. ഇനി എന്താണ്? നമ്മൾ ഹോമം ചെയ്യാൻ പോവാണ്. ത്വയി, അവിടെ ത്വം നീ, ത്വദീയ നിന്റേതായിട്ടുള്ള, ത്വയി നിന്നിൽ, സപ്തമി വിഭക്തിയില പറയാ, നിന്നിലേക്ക് വിഷയാഹ ഇതി, വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയാർത്ഥ സന്നികർഷജന്യ ജ്ഞാനം. നമ്മുടെ ഇന്ദ്രിയം, കണ്ണെന്ന ഇന്ദ്രിയം ഒരു രൂപത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ കാഴ്ച എന്ന വിഷയം ഉണ്ടാവുന്നു.
ഇന്ദ്രിയ അർത്ഥ സന്നികർഷ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം അർത്ഥത്തോട് വിഷയത്തോട് ചേരുമ്പോൾ ഉണ്ടാകുന്ന ജ്ഞാനത്തിനാണ് വിഷയം എന്ന് പറയുക. ഇന്ദ്രിയം പുറത്തൊരു വസ്തുക്കളോട് ചേരുമ്പോൾ ഉണ്ടാകുന്ന കാര്യത്തിനാണ് വിഷയം എന്ന് പറയുക. അല്ലാതെ നിങ്ങൾക്കിപ്പോൾ എന്താ വിഷയം, അങ്ങനത്തെ വിഷയമല്ല. ഇന്ദ്രിയങ്ങൾ വസ്തുക്കളോട് ചേരുമ്പോൾ ഉണ്ടാകുന്ന ജ്ഞാനം, അതാണ് വിഷയം. ഇപ്പോൾ എൻ്റെ ചെവി ഒരു ശബ്ദത്തിൽ എത്തുമ്പോൾ അവിടെ കേൾവി എന്ന വിഷയം ഉണ്ടാകുന്നു. അതുപോലെ മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ നിൻ്റേതായിട്ടുള്ള, ഇപ്പോൾ നമ്മളിപ്പോൾ ഏതാ പറഞ്ഞത്, ത്വയി വിഷയായിതി, നിന്നിലേക്ക് വിഷയങ്ങളാകുന്ന, അതായത് ഞാൻ കണ്ടും കേട്ടും മണത്തും രുചിച്ചും സ്പർശിച്ചും ഒക്കെ അറിയുന്ന ഭൗതിക വിഷയങ്ങൾ, ഞാൻ എൻ്റെ കണ്ണിലൂടെ കാണുന്നത് നീയാകുന്ന ബോധം അറിവിലൂടെയാണ് എൻ്റെ കണ്ണ് പ്രവർത്തിക്കുന്നത്. എനിക്കവിടെ ഒട്ടും സ്ഥാനമില്ല. പിന്നെ ഞാൻ എന്താ അഹങ്കരിക്കാനാണ്, അല്ലേ? നിന്റെ ബോധത്തിലൂടെയാണ് എൻ്റെ കണ്ണ് വെറും ജഡമാണ്. ആ കണ്ണിന് കാഴ്ച തന്നത് നീ തന്ന ബോധമാണ്. അതുപോലെ തന്നെ എൻ്റെ ചെവിക്ക് കേൾവി ശക്തിയായി വന്നത് നിന്റെ ബോധമാണ്, നീ തന്നെയാണ്. എൻ്റെ ത്വക്കിൽ സ്പർശമായി വന്നത് നീ തന്നെയാണ്. അതാണ് പറഞ്ഞ ത്വയി, നിന്നിലേക്ക് വിഷയങ്ങൾ. ഈ വിഷയങ്ങൾ എന്നുള്ളിടത്ത് എഴുതി വെക്കുക. ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങൾ, പഞ്ചതന്മാത്രകളുടെ ഗുണങ്ങളാണിത്. പഞ്ചഭൂതങ്ങളുടെ ഗുണങ്ങളാണ് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം. അപ്പോൾ നിന്നിലേക്ക് വിഷയങ്ങൾ, അതായത് ശബ്ദ സ്പർശ രൂപരസഗന്ധാദികൾ എന്ന സങ്കല്പത്തിൽ സമിധോ ജുഹോമി, നമ്മളിപ്പോൾ ഹോമം ചെയ്യില്ലേ, ഹോമം കൊണ്ടൊക്കെ ഒരുക്കി നമ്മൾ അതിലേക്ക് എള്ള് പൂവ് അതുപോലെ തന്നെ തേങ്ങ കൊത്ത് വിറക് ഹോമവിറക്, സമിത്ത് എന്ന് പറഞ്ഞാൽ ഹോമവിറക് എന്നർത്ഥം കേട്ടോ. സമിത്ത് ഹോമവിറക് എന്ന് പറയുമ്പോൾ ഇതെല്ലാം പെടും. എന്നിട്ട് നമ്മൾ അതിലേക്ക് എന്താ പറയുക, ഓരോ ഹോമദ്രവ്യങ്ങൾ എടുത്തിടൂലേ. അപ്പോൾ ആ ഹോമദ്രവ്യങ്ങൾ എടുത്തിടുമ്പോൾ എന്തായിരിക്കുന്ന സങ്കല്പം, ഞാൻ കണ്ണുകൊണ്ട് കാണുന്നതും, അല്ലേ, ഞാൻ മൂക്കുകൊണ്ട് മണക്കുന്നതും ത്വക്കുകൊണ്ട് സ്പർശിക്കുന്നതും അതുപോലെ നാക്കുകൊണ്ട് രുചിക്കുന്നതും എല്ലാം നിന്നിലേക്ക് സമർപ്പിക്കുന്നു. കായേന വാച മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ആശയം എവിടെ? കായേന എൻ്റെ ശരീരം കൊണ്ടോ, വാച വാക്കുകൊണ്ടോ, മനസേന്ദ്രിയേർവ മനസ്സുകൊണ്ടോ, 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടോ, എൻ്റെ ബുദ്ധി കൊണ്ടോ, പ്രകൃതേ സ്വഭാവാത് ഞാൻ ഏത് പ്രകൃതി സ്വഭാവത്തോടു കൂടിയാണോ ജനിച്ചിരിക്കുന്നത് എൻ്റെ ആ സ്വഭാവം കൊണ്ടോ, യദ്യത് കർമ്മ കരോമി യദ്യത് സകലം, യത് കർമ്മ കരോമി എന്തൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുവോ തത് സർവം, അത് മുഴുവനും നാരായണായേതി സമർപ്പയാമി. ഇതൊക്കെ അർത്ഥം അറിഞ്ഞ് നമ്മൾ ചൊല്ലിയാലേ നമുക്ക് ഗുണമുള്ളൂ. വെറുതെ ഇരുന്ന് കായേന വാച എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അത് ഉള്ളിലാണ് വെളിച്ചം ഉണ്ടാകണ്ടേ. നമ്മളിൽ നിന്ന് അപ്പുറമായ ഒരു ശക്തി അവിടെ കേൾക്കാനില്ല. ആ ശക്തി നമ്മളിൽ തന്നെ ഇരിക്കണത്. അതുകൊണ്ട് ഇവിടെ പ്രോജ്വലിക്കണമെങ്കിൽ അർത്ഥം അറിയണ്ടേ. അപ്പൊ അതുകൊണ്ട് ആ ഒരു സമർപ്പണമാണ്. ഹരിനാമകീർത്തനമൊക്കെ പറയില്ലേ, യാതൊന്നു കൺമതതു നാരായണ പ്രതിമ, യാതൊന്നു ചെയ്വതതു നാരായണ അർച്ചനകൾ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ പറയില്ലേ. ഇത് തന്നെ അർത്ഥം. അപ്പോൾ ഭക്തി നമ്മൾ ചെയ്യുമ്പോൾ അർത്ഥമറിഞ്ഞ് ഭക്തി ചെയ്തില്ലെങ്കിൽ ഭക്തി കൊണ്ട് പ്രയോജനമില്ല. എല്ലാ ഭക്തിയും ആത്മീയമായ ഉണർവിനാണ്. ആത്മീയമായ ഉണർവ് വരുമ്പോൾ ഭൗതികമായ ഉണർവ് നമുക്ക് തനിയെ വരും. അതാണ്. അപ്പോൾ നിന്നിലേക്ക് വിഷയങ്ങൾ എന്ന അർത്ഥം, അതിൻ്റെ ഒന്ന് ആ വരിയുടെ അർത്ഥം മാത്രമെങ്കിലും ഒന്ന് കുറിക്കണേ. ഞാൻ നിന്നിലേക്ക് വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ കാണുന്നതും കേൾക്കുന്നതും എടുക്കുന്നതും ശബ്ദസ്പർശ രൂപരസഗന്ധാദികളാകുന്ന വിഷയങ്ങൾ, ശബ്ദസ്പർശ രൂപരസഗന്ധാദികളാകുന്ന വിഷയങ്ങൾ എന്ന സങ്കല്പത്തിൽ, സങ്കല്പമാണ്, എന്ന സങ്കല്പത്തിൽ സമിത്തുക്കളെ ഹോമദ്രവ്യങ്ങളെ അർപ്പിക്കുന്നു. നാളെ മുതൽ ഹോമം ചെയ്യുമ്പോൾ ഭാവത്തിൽ മാറ്റം വരണം. ഓരോ സമിത്തെടുത്തിടുമ്പോഴും ഞാൻ കാണുന്നത് ഭഗവാനെ എത്രയോ കാഴ്ചകൾ കണ്ട്, ആ കാഴ്ചകളെല്ലാം നീ തന്നെയല്ലേ. ആ കാഴ്ചയിൽ എനിക്ക് രാഗവും ദ്വേഷവും ഒന്നും ഉണ്ടാവല്ലേ, എല്ലാം നീയല്ലേ. ഞാൻ കഴിച്ച അന്നം, ആ അന്നത്തിന്റെ രസമായി വന്നത് നീയല്ലേ, അല്ലേ. അതായത് ഈ ഭൂമിയിൽ മനുഷ്യന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഈശ്വരൻ പ്രകൃതിയുടെ രൂപത്തിൽ തന്നിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. ആ സ്നേഹത്തെ ഓർത്താൽ നമ്മളൊക്കെ ഈശ്വരന്റെ മുമ്പിൽ സമർപ്പണം ചെയ്തു പോകും. ഒരു പ്ലാവ് എടുത്ത് നോക്കിയാൽ ആ പ്ലാവ്, ഏതെങ്കിലും പ്ലാവ് ഒരു ചക്ക തിന്നിട്ടുണ്ടോ?
എത്രയോ മുഴുത്ത ചക്കകൾ ഉണ്ടാക്കിക്കൊണ്ട് ആ ചക്ക ആർക്ക് തിന്നാനാ? ഈ ജീവികൾക്ക് തിന്നാനാ. ഒരു വിശേഷ ബുദ്ധിയില്ലാത്ത വൃക്ഷങ്ങൾ പോലും യജ്ഞം ചെയ്തുകൊണ്ടാണ് ജീവിക്കണത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. മനുഷ്യന് മാത്രമേ ഇല്ല എൻ്റെ എന്നും പറഞ്ഞ് ഒടുങ്ങാത്ത ആർത്തി മനുഷ്യർക്കേ ഉള്ളൂ, അല്ലേ? ഒരു മാവ് എത്രയോ പഴുത്ത മൂത്ത മാങ്ങകൾ എത്രയോ കൊലകുത്തി ഉണ്ടാവുന്നത് ആരാ കഴിക്കുന്നത്? അതിൽ ചേക്കേറുന്ന അണ്ണാനും പക്ഷികളും മനുഷ്യരൊക്കെ അല്ലേ? എത്രയോ കാറ്റും മഴയും വർഷവും ഒക്കെ സഹിച്ചുകൊണ്ട് ആ മാവ് നിന്നിട്ട് അതിന് ഫലങ്ങൾ ഇങ്ങനെ വർഷിച്ചുകൊണ്ട് തരിക. എത്ര വയസ്സായാലും അത് ആ സമയം പൂക്കും, എന്നിട്ട് തരും, അല്ലേ? അതുപോലെ മണ്ണിനടിയിൽ എന്തൊക്കെ അത്ഭുതങ്ങളാണ്, ചേമ്പും ചേനയും കാച്ചിലും ഒക്കെ, അതൊക്കെയല്ലേ ദൈവശക്തിയായിട്ട് വരുന്നത് നമ്മളിലേക്ക്. എത്ര രസങ്ങളാണ് കഴിക്കാൻ നമുക്കിഷ്ടം, മധുരവും പുളിപ്പും കയ്പും ഒക്കെ. മധുരത്തിന് കരിമ്പിൽ നിറയെ മധുരം നിറച്ച് തന്നു. ഉപ്പ് എല്ലാ കറിക്കും വേണം, ഉപ്പില്ലാത്ത കറിയില്ല. കടലിൽ നിറയെ ഉപ്പുണ്ട്, അല്ലേ? കയ്പ് പാവയ്ക്കൊക്കെ ഉണ്ട്, പുളി നിറച്ച് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഭൂമി വെണ്ട് കീറുമ്പോൾ മേഘം വാട്ടർ സപ്ലൈ പോലെ എല്ലായിടത്തും ഓടി നടന്നു മഴ പെയ്യ്ക്കുന്നു, അല്ലേ? അപ്പൊ ഇതൊക്കെ ഈശ്വരന്റെ കാരുണ്യ വർഷങ്ങൾ നമ്മളിലേക്ക് അന്ന വസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിക്കുന്നത് എന്തിനാ? ധന്യരാക്കാനാ, ആത്മീയമായ ഉണർവിലേക്ക് ഉണരാനാ. മനുഷ്യൻ എന്നിട്ട് എന്താ? ഒടുങ്ങാത്ത ആർത്തിയോടുകൂടി സമ്പാദിച്ചു വെച്ചിട്ട് അത് ഓർത്തുകൊണ്ട് വിട പറയുന്ന മനുഷ്യൻ. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക. സസ്യങ്ങളെയും വൃക്ഷലതാദികളെയൊക്കെ കണ്ടുപഠിച്ചാൽ മതിയായിരുന്നു, അല്ലേ? അവരെത്ര, ഒരു പശു എത്രയോ പാല് തരുന്നു, അതിൻ്റെ കുഞ്ഞിന് കൊടുക്കുന്ന അതിനപ്പുറം പാലല്ലേ അതിൻ്റെ അകടിൽ ചുരത്തപ്പെടുന്നത്. മനുഷ്യൻ മാത്രം എന്ത് യജ്ഞമാണ് തിരിച്ചു കൊടുക്കുന്നത്? ഒരു മുളക് പറിച്ചെടുത്താൽ അതൊരു 10 മുളകും തൈ നമ്മൾ വെക്കണ്ടേ? ഒരു മരം വെട്ടിയാൽ ഒരു 20 മരം നമ്മൾ വെക്കണ്ടേ? എടുക്കുന്നതെല്ലാം തിരിച്ചു കൊടുക്കണം. ഇവിടെ യജ്ഞമാണ് നടക്കുന്നത്. ഏത് രൂപത്തിലാണോ പ്രകൃതി നമ്മുടെ മുമ്പിൽ വന്നത് അതുപോലെ തിരിച്ചേൽപ്പിച്ചിട്ട് മടങ്ങണം. ഒരു ഉറുമ്പിന് ജീവിക്കാനുള്ള അവകാശമേ നമുക്കും ഇവിടെ ഉള്ളൂ. എന്താണ് നമ്മൾ വെട്ടിപ്പിടിക്കാതിരിക്കുന്നത്? എന്തിനാ ലോകം കലഹിക്കുന്നത്? എന്തിനാ തമ്മിത്തല്ലി മരിക്കുന്നത്? ആലോചിച്ച് നോക്കൂ. അപ്പോൾ ത്വയി വിഷയ ഇതി സമിധോ ജുഹോമി, ഞാൻ നിന്നിലേക്ക് വിഷയങ്ങൾ എന്ന സങ്കല്പത്തിൽ എന്തിനെ? സമിത്തുക്കളെ. സമിത്ത് എന്ന് പറയുമ്പോൾ എള്ളോ പൂവോ എന്താണോ ഹോമത്തിൽ ഉപയോഗിക്കുന്നത് അത് നമ്മുടെ കയ്യിൽ ഉള്ളത് മതി. ഒന്നും നിങ്ങൾ ഓടാൻ നിൽക്കണ്ട, ഉള്ളത് മതി. നമ്മുടെ സങ്കല്പത്തിനും ഭാവത്തിനുമാണ് പ്രധാനം. ഞാൻ ഈ 2 വാക്കും കൂടി എടുത്തിട്ട് നിർത്തും. നിങ്ങൾ ക്ലോക്കിലേക്ക് ഇപ്പം നോക്കരുത്, ഒന്ന് പൂർണ്ണമാക്കണം, അധിക സമയം എടുക്കില്ല. അപ്പോൾ ഞാൻ നിന്നിലേക്ക് വിഷയങ്ങൾ എന്ന സങ്കല്പത്തിൽ സമിത്തുക്കളെ, ഹോമവിറകിനെ, ഹോമദ്രവ്യങ്ങളെ ജുഹോമി, ഹോമിക്കുന്നു. അവിടെ ജുഹോമി എന്നുള്ളത് ഉത്തമ പുരുഷ ക്രിയയാണ്. ഞാൻ ഹോമിക്കുന്നു. ആരാ കർത്താവ്? ഞാൻ. ആരിലേക്കാ ഹോമിക്കുന്ന? ത്വയി, നിന്നിലേക്ക്. എന്താ ഹോമിക്കുന്ന? വിഷയങ്ങൾ. എന്താ വിഷയങ്ങൾ? ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങൾ. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് എടുക്കുന്ന എല്ലാ കാഴ്ചകളും, എല്ലാ രസങ്ങളും, എല്ലാ ഗന്ധങ്ങളും, എല്ലാ സ്പർശങ്ങളും നീ തന്നെയാണ് എന്നറിഞ്ഞിട്ട് ആ സമിത്തായിക്കൊണ്ട് നിന്നിലേക്ക് ഹോമിക്കുന്നു. എന്ത് വലിയ ഹോമാന്ന് നോക്കൂത് ഭഗവാനെ. അങ്ങനെ എന്താ ഞങ്ങൾക്ക് രചിച്ച് തന്നത്? ഞങ്ങളുടെയൊക്കെ കയ്യിലെത്തുന്നത് ഇപ്പോഴാണല്ലോ ഈശ്വര. അപ്പോൾ ഇവിടെ പറയുന്നത് സമർപ്പണമാണ് ഭക്തി എന്നുള്ളതാണ്. കൊടുക്കുമ്പോൾ ഇതെന്ന മമ്മ, ഓരോന്നിടുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയട്ടെ. ഇതെന്ന മമ്മ, ഇതെൻ്റെ അല്ല. ത്വമേവാഹം, നീ തന്നെയാ ഞാൻ. ഇത് എടുക്കുമ്പോൾ ഓരോന്നും കൊടുക്കുമ്പോൾ സമർപ്പിക്കുക. ഇതൊന്നും മേടിച്ചിട്ട് എൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടത്തിത്താന്നല്ല പറയണ്ടേ. കൊച്ചിൻ്റെ കല്യാണം നടത്താനുള്ള എല്ലാം കൊച്ചിൽ അടക്കിക്കൊണ്ട ദൈവത്തിനാണ് നിങ്ങളെയൊക്കെ കൂടുതൽ ഉത്തരവാദിത്വം. അത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അല്ല നമ്മൾ രക്ഷകനാകാനും നിൽക്കണ്ട, നമ്മുടെ കർമ്മങ്ങൾ കൃത്യമായി ചെയ്തു പോയാൽ മാത്രം മതി. അപ്പോൾ പറയാണ് ഇതം നമമ, ഇതെൻ്റേതല്ല. ഇതം നമമ കൊടുക്കുക. ത്വമേവാഹം, ത്വം ഏവ അഹം, നീ തന്നെയാണ് ഞാൻ എന്ന് പറയാം. അപ്പോൾ ഓർക്കണം, പുറമേയുള്ള ഹോമമല്ല ഇത്, ആന്തരികമായ ഹോമമാണ്. ഓർക്കണം, പുറമേയുള്ള ഹോമമല്ല. 5 പൈസ ചെലവില്ല, പൂജാദ്രവ്യങ്ങളില്ലെങ്കിലും ഹോമകുണ്ടങ്ങളില്ലെങ്കിലും ഓരോരുത്തർക്കും മാനസികമായി ഈ മന്ത്രം ചൊല്ലി ഹോമം നടത്താം, അല്ലേ? അപ്പോൾ അങ്ങനെ ആന്തരികമായ ശക്തിയെ തെളിയിച്ച് ആന്തരികമായ യജ്ഞമാണ് നമ്മൾ ചെയ്യേണ്ടതുള്ളത്. ഇനി അടുത്ത മന്ത്രമാണ്, അടുത്ത വരിയാണ്. ഇനി അപ്പോൾ എല്ലാം ഞാൻ എല്ലാം നിന്നിലേക്ക് തന്നു കഴിഞ്ഞു. എൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് എടുക്കുന്ന എല്ലാം ഞാൻ തന്നു കഴിഞ്ഞു, സമർപ്പിച്ചു കഴിഞ്ഞു. എന്നിട്ടിനി അവസാനം പറയാ അഹം ഇതി ആജ്യം ജുഹോമി,
അവസാനം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊക്കെ ഒടുങ്ങിക്കഴിഞ്ഞപ്പോൾ നിന്നിടും ദൃക്കുപോൽ ഉള്ളം, ആ ഉള്ളത്തെ കൂടി അങ്ങ് കൊടുക്കുകയാണ്. ഉള്ളവും നിന്നിലേക്ക് അസ്പന്ദമാക്കുകയാണ്. അഹം ഇതി, ഞാൻ എന്ന ഭാവനയിൽ, അല്ലേ, ഞാനെന്ന അഹന്തയെ, അല്ലേ, ഞാനെന്ന അഹന്തയെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ആജ്യം നെയ്യായി സങ്കല്പിച്ചുകൊണ്ട് ജുഹോമി, ഞാൻ എന്ന ഭാവനയിൽ, എൻ്റെ അഹന്ത എന്ന ഭാവനയിൽ നെയ്യിനെ ഹോമിക്കുന്നു. നമുക്ക് എന്താ അഹന്തയാണെന്നറിയോ? ആരെങ്കിലും നമ്മളെ ഒന്ന് പേര് വിളിച്ചെന്തെങ്കിലും പറഞ്ഞാൽ ആരും എൻ്റെ പേര് വിളിച്ചെന്ന് ചോദിക്കും. ഒരു പേരിനോട് പോലും താതാത്മ്യപ്പെട്ട് വല്ലാതെ അഹന്തയിൽ നിൽക്കുന്നവരാണ് നമ്മൾ, അല്ലേ? എൻ്റെ വീട്, എൻ്റെ മക്കളൊന്നും അല്ല. മക്കൾ വരാനൊരു ഉപാധി മാത്രമാണ് നീ, അല്ലേ? എല്ലാം ഈശ്വരനിൽ അധിഷ്ഠിതമായ ആ ഒരു മൊത്തമുള്ള പ്രവർത്തനത്തിൻ്റെ പ്രകൃതിയുടെ ഭാഗമായി നീയും ചലിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിൽ നീ സെപ്പറേറ്റ് ആയിട്ട് നിനക്ക് അഹങ്കരിക്കാനൊന്നുമില്ല. അതുകൊണ്ട് അഹം ഇതി, ഞാൻ എന്ന ഭാവനയിൽ ആജ്യം എന്ന് പറഞ്ഞ നെയ്യ് ഹോമിക്കുന്നു. ജുഹോമി, നെയ്യിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഉരുകി തീരുന്നത് മാത്രമല്ല, എത്രയോ മഥന പ്രക്രിയകൾക്ക് ശേഷമാണ് നെയ്യ് ശുദ്ധമായി ആ നെയ്യായിട്ട് കിട്ടുന്നത്. അതുപോലെ എൻ്റെ അഹം, ഞാനിനെ അഹന്ത കളഞ്ഞ് മഥനം ചെയ്ത് വിഷയങ്ങളെല്ലാം അർപ്പിച്ച് കൊടുക്കാനല്ലേ നമുക്ക് പാട്. പിടിച്ചോണ്ടിരിക്കുമല്ലോ, നമുക്ക് കൊടുക്കാൻ പറ്റില്ല. എൻ്റെ എന്നാണ് അഹന്ത പോകണമെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹം വേണമല്ലോ. അപ്പോൾ ഞാൻ എന്ന അഹന്തയെയും എന്നിലെ ഞാനിനെയും, അല്ലേ, ആ ആജ്യമായിട്ട് നെയ്യായി സങ്കല്പിച്ചുകൊണ്ട് ജുഹോമി, അത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആയില്ലേ? എല്ലാം കൊടുത്തു, വിഷയങ്ങളെല്ലാം കൊടുത്തു. ഇനി എന്നെ കൂടി കൊടുക്കാനുണ്ട് മാനസികമായി, അല്ലേ? എന്നെ കൂടി അഹമിതി ആജ്യം ജുഹോമി, എല്ലാ വിഷയങ്ങളെയും അറിവാകുന്ന അഗ്നിയിലേക്ക് ഞാൻ ഹോമിച്ചു കഴിഞ്ഞാൽ ബാക്കി ശേഷിക്കുന്നത് ഹോമിക്കുന്ന ഞാൻ മാത്രമാണ്, അല്ലേ? ഞാനാണ് ഹോമിക്കുന്നത് എന്ന ഭാവത്തെയും കൂടി അങ്ങ് ഹോമിക്കുകയാണ്. ഞാനല്ല. നമ്മൾ പറയാറില്ല, അഹന്ത ഉപേക്ഷിച്ചാൽ അപ്പ ഈശ്വര തെളിയും. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിക, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. ഭഗവാനെ, ഞാനെന്ന ബോധം എനിക്ക് തോന്നല്ലേ. തോന്നുവാണെങ്കിൽ എല്ലാം ഞാനാണ്, അല്ലേ? അവനും ഇവനും നീയും ഞാനും എല്ലാം ഞാനിൻ്റെ തന്നെ ആവിഷ്കാരമാണെന്ന് എനിക്ക് തോന്നണേ. എത്ര വലിയ ഒരു പ്രാർത്ഥനയാണ് അതൊക്കെ, അല്ലേ? അപ്പോൾ നെയ്യെടുത്തിട്ട് ഹോമിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ഇതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കാര്യം മൊത്തം സമർപ്പിച്ചിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അവസാനം എനിക്ക് ശ്രേയസ്സും പ്രേയസ്സും താന്ന് ചോദിക്കുമ്പോൾ ഒരു ഭക്തന്റെ തലം എത്ര ഉയർന്നു. വിഷയങ്ങളെ കൊടുത്തു, എന്നിലെ അഹന്തയെ കൊടുത്തു, അതിനുശേഷം എന്താ പറയുക, ആ ശുദ്ധമായ ഞാനിനെയും ഹോമിക്കുന്നു. അപ്പം അഹം ത്യാഗം കൊണ്ട് മാത്രമേ ജ്ഞാനം സാധ്യമാകുകയുള്ളൂ. ലളിതാ സഹസ്രനാമത്തിൽ ഭണ്ഡാസുരവധമൊക്കെ ഉണ്ട്, അല്ലേ? ഭണ്ഡാസുരവധം യുദ്ധത്തിൽ തോറ്റു കഴിഞ്ഞപ്പോൾ ഭണ്ഡാസുരനെ വധിക്കാൻ വേണ്ടി വലിയ ഹോമകുണ്ടങ്ങളൊക്കെ വെച്ച് യോജനകൾ വിസ്തീർണമുള്ള ഹോമകുണ്ടം ഉണ്ടാക്കി അതിലേക്ക് ശരീരത്തിൽ നിന്ന് മാംസം പറിച്ചിട്ട് ഹോമിക്കാൻ തുടങ്ങി. ദേവി പ്രത്യക്ഷമാകണം. അതൊക്കെ കഥകളൊക്കെ സിംബോളിക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടൊന്നും ദേവി വരുന്നില്ല. ദേവി വന്നാലേ യുദ്ധം ജയിക്കാൻ പറ്റുള്ളൂ. ദേവി ശക്തി സ്വരൂപിണിയാണല്ലോ. അപ്പോൾ അവസാനം ഇനി യുദ്ധത്തിൽ ജയിക്കാതെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ദേവന്മാർ ഒന്നടങ്കം അവരെ തന്നെ അഗ്നിയിലേക്ക് സമർപ്പിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് ഉദ്യദ്ഭാനു സഹസ്രാവ ചതുർബാഹു സമന്വിത ദേവി വരുന്നത്, അല്ലേ? അപ്പം നമ്മളൊക്കെ കൊടുക്കാത്തത് കൊണ്ടാണ്. കൊടുക്കാൻ ദൈവത്തിലേക്ക് സമർപ്പിക്കുക. മഹാബലി അങ്ങനെയല്ലേ? പിന്നെ വാമനം വന്നപ്പോഴത്തേക്ക് ഒരഹങ്കാരമൊക്കെ വന്നിട്ട് പറഞ്ഞില്ലേ, എന്താ വേണ്ടേ? അപ്പം 3 അടി മണ്ണ്, അല്ലേ? അപ്പോൾ ചോദിക്കുകയാണ്, അയ്യോ ഇത്രയും ധനികനായ എന്നോട് ആരെങ്കിലും യാചിച്ചാൽ പിന്നെ അവനെ യാചിക്കേണ്ടി വരില്ല, എന്തെങ്കിലുമൊക്കെ വലുത് ചോദിക്കുകയായിരുന്നു, അല്ലേ? അപ്പോൾ ആ അഹന്തയെ എടുക്കാൻ വേണ്ടിയിട്ടാണ് 3 അടിക്ക് ആ ചവിട്ടി അഹന്തയെ എടുത്ത് ശുദ്ധനാക്കി തന്നോട് ചേർത്തു, അല്ലേ? അപ്പോൾ അഹന്ത നമ്മൾ പറയും മഹാബലിനെ ചവിട്ടി താഴ്ത്തിയെന്ന്. മഹാബലിനെ രക്ഷിക്കുക ചെയ്തത്, അഹന്ത ഭഗവാൻ എടുത്തുകൊണ്ട് രക്ഷിക്കുകയാണ് ചെയ്തത്, അല്ലേ? അതുപോലെ തന്നെ ഈ ഞാൻ പോണം, ശ്രീകൃഷ്ണൻ്റെ കയ്യിൽ, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കഥയാണ്. കൃഷ്ണൻ്റെ കയ്യിലുള്ള മുരളിക ഓടക്കുഴൽ, അത് എൻ്റെ ഉള്ളു കൊള്ളയല്ലേ.
എത്ര മനോഹരമായ ഗീതമാണ് അതിലൂടെ വരുന്നത്. അപ്പോൾ ഗോപികമാരാണെങ്കിൽ ചോദിക്കുകയാണ്, എപ്പോഴും ചുണ്ടോട് ചേർത്താണ് കൃഷ്ണൻ നടക്കുക. അപ്പോൾ ചോദിക്കുകയാണ്, നീ എത്ര ഭാഗ്യവാനാണ് മുരളിയെ, നിന്നെ ഭഗവാൻ താഴ്ത്തു വയ്ക്കുന്നില്ലല്ലോ, നിന്റെ ചുണ്ടോട് ചേർത്തുകൊണ്ടിരിക്കുന്നില്ലേ, ഞങ്ങളെയൊക്കെ എപ്പോഴും എപ്പോഴും ഉപേക്ഷിച്ചു പോകുന്നു, എപ്പോഴും ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നില്ല എന്ന്. അപ്പോൾ പറയുകയാണ്, നോക്കണത് എൻ്റെ ഉള്ളു കണ്ടോ എത്ര പൊള്ളയാണ് അല്ലേ, ഉള്ളു ശുദ്ധമായാൽ അതിൽ നിന്ന് മനോഹരമായ സംഗീതം വരും. അപ്പോൾ കൊടുക്കാനുള്ള എല്ലാം കൊടുക്കുക ഭഗവാന് അല്ലേ, സർവസമർപ്പണമാണ് ഭക്തി. അപ്പോൾ ഈശ്വരൻ്റെ മുമ്പിൽ ഇനി നാളെ മുതൽ നമ്മൾ ഭക്തിക്ക് ഒരു മാറ്റം വരണം, യജ്ഞയോഗ ഹോമാദികൾക്കുമൊക്കെ ഒരു മാറ്റം വരണം. സർവവും സമർപ്പിക്കുകയാണ് ഭഗവാന്റെ മുമ്പിലേക്ക് അല്ലേ, നിന്നിലേക്ക് സർവവും അർപ്പിക്കുകയാണ്. പ്രവൃത്തിയിൽ ആര് വേണ്ട, ഒരു പറഞ്ഞില്ലേ, പ്രവൃത്തിയുണ്ട് പക്ഷെ ആരില്ല, കർത്തൃത്വവുമില്ല ഭോക്തൃത്വവുമില്ല, സർവവും അങ്ങോട്ട് ഈശ്വരനിലേക്ക് സമർപ്പിച്ചു. എന്നിട്ട് പറയാണ്, ത്വം നഹ പ്രസീത പ്രസീത പ്രസീത. ത്വം നീ, നഹ എന്ന് വെച്ചാൽ ഞങ്ങളിൽ, അവിടെ ബഹുവചനം വന്നു, ഞങ്ങളിൽ, പ്രസീത പ്രസീത, ഞങ്ങളിൽ പ്രസാദിക്കുക. ഇതാണ് പ്രാർത്ഥന അല്ലേ. കൊണ്ട് കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് വരികയില്ല കേട്ടോ, ഇതെല്ലാം തന്നില്ലെങ്കിൽ എന്നുള്ള ഏർപ്പാടല്ല. ഈശ്വരൻ അങ്ങനെ നിങ്ങളുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടി തരാൻ വേണ്ടി ഇരിക്കുന്നൊരു ഭൃത്യനൊന്നും അല്ല. നിങ്ങൾ കൊടുക്കുന്ന ധനം പോലും ഈശ്വരൻ്റെ അല്ലേ, അത് കൊടുത്തിട്ട് ചോദിക്കണം എന്താ അവകാശം. അപ്പം ചോദിക്കുകയാണ്, നീ ഞങ്ങളിൽ പ്രസാദിച്ചാലും അല്ലേ. അതായത് എന്താ പറയുക, സ്വർഗാപവർഗദായിന്യേ നമാന്നല്ലേ പറയുക ലളിതാ സഹസ്രനാമത്തിൽ അവസാനിക്കുമ്പോൾ. അപവർഗവും സ്വർഗവും തരണേ എന്ന് ചോദിക്കുന്നില്ലേ, അതുപോലെയൊക്കെ നീ എനിക്ക് തരേണ്ടത് ഇതൊക്കെയാണ്. നീ ഞങ്ങളിൽ ഇന്ദ്രിയവേദ്യമായ പ്രപഞ്ച വിഷയങ്ങളെയും ആ വിഷയങ്ങളെ അനുഭവിക്കുന്ന എന്നെയും ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞു. നീ തന്നതെല്ലാം ഞാൻ പ്രസാദമായി സ്വീകരിക്കാൻ പോവുകയാണ്. നീ ഞങ്ങളിൽ ഇനിയെങ്കിലും ഒന്ന് പ്രസാദിക്കൂ, നീ എന്നോട് എന്നിൽ പ്രസാദിക്കൂ എന്ന് പറയണം. ത്വം നീ, നഹ ഞങ്ങളിൽ പ്രസാദിക്കൂ. എന്നിട്ട് ചോദിക്കുകയാണ്, ശ്രേയശ്ച പ്രേയശ്ച പ്രയച്ഛ സ്വാഹ. അവസാനം ചോദിക്കുന്നുണ്ട്, ഒന്നും ചോദിക്കാതിരിക്കുന്നില്ല. നീ എനിക്ക് ശ്രേയസ് തരണം. ശ്രേയസ് എന്ന് പറഞ്ഞാൽ ശാശ്വതമായ സുഖം തരണം. പ്രേയസ് തരണം. പ്രേയസ് എന്ന് പറഞ്ഞാൽ ഭൗതികമായ അഭിവൃദ്ധി. ഭൗതികമായ അഭിവൃദ്ധി തരണത് ശ്രേയസിലേക്ക് എത്തിക്കാനാണെന്ന് ഓർത്തോണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിക്കുന്നത് ധന്യരാക്കാനാണ്. ആത്മചൈതന്യത്തിലേക്ക് ഉണരാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം തരണത്. അല്ലാതെ നീ എന്താ പറയുക, തടിച്ച് തലയണ പോലെ തടിച്ച് തീറ്റ തിന്ന് തുലഞ്ഞു പോകാനല്ല, നീ രക്ഷപ്പെടണം. അതിന് വേണ്ടിയിട്ടാണ് നിനക്കിതൊക്കെ തരണത്. അപ്പോൾ പറയാണ്, ശാശ്വത സുഖം തരണം. അതായത് മനുഷ്യജീവിതത്തിൽ അഭികാമ്യമായ മൂല്യങ്ങളെ രണ്ടായിട്ട് തിരിക്കാം, ശ്രേയസ് എന്നും പ്രേയസ് എന്നും. ശ്രേയസ് എന്ന് പറഞ്ഞാൽ ശാശ്വത സുഖം അഥവാ മുക്തി, പ്രേയസ് എന്ന് പറഞ്ഞാൽ ഭൗതിക അഭിവൃദ്ധി. ഇപ്പം സമയമില്ലാത്തത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ നമുക്ക് കഠോപനിഷത്തിലാണ് ശ്രേയസ്സും പ്രേയസിനും ഒക്കെ യമധർമ്മൻ നചികേതസിനോട് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ പിന്നെ ഒരു സന്ദർഭത്തിൽ പറയാം. അപ്പോൾ അവിടെ ശ്രേയസിനെയും പ്രേയസിനെയൊക്കെ കുറിച്ചും യാഗത്തെക്കുറിച്ചും യജ്ഞത്തെക്കുറിച്ചൊക്കെ യമധർമ്മൻ നചികേതസിന് നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നാചികേത അഗ്നിയെക്കുറിച്ചൊക്കെ പിന്നീട് ഒരിക്കൽ പറയാം. അപ്പോൾ ശാശ്വത സുഖവും ശ്രേയസ്സും പ്രേയസ്സും ഭൗതിക സുഖവും പ്രയച്ഛ നൽകൂ. നീ ഞങ്ങൾക്ക് ഭൗതിക സുഖവും തരണം, ശാശ്വത സുഖവും തരണം. മനസ്സ് വിശന്നിരുന്ന് നാമം ചൊല്ലാൻ പറ്റുമോ? ശരീരത്തിന് ആരോഗ്യമില്ല, എഴുന്നേറ്റിരുന്ന് ഭഗവാനെ ഓർക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ വിശക്കുമ്പോൾ അന്നം വേണം, ഈ ശരീരത്തിന് കിടക്കാൻ വീട് വേണം, ഇതിന് ധരിക്കാൻ വസ്ത്രം വേണം, ഇതിന് സഞ്ചരിക്കാൻ കാറ് വേണം അല്ലേ, ഇതിന് കഴിക്കണമെങ്കിൽ ഗുളിക വേണം, ഇതിനൊക്കെ കാശ് വേണ്ടേ? അപ്പോൾ ഇതിനാവശ്യമായ ഈ ശരീരത്തെ നിലനിർത്താനുള്ളതൊക്കെ നീ എനിക്ക് തരണം. എന്നിട്ട് നീ എന്നെ മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യമായ ശ്രേയസിലേക്ക് എത്തിക്കണം. അതാണ് പ്രാർത്ഥന. ഈ ഹോമമന്ത്രത്തിൻ്റെ സർവമുഖമായ പ്രാർത്ഥനയുടെ ലക്ഷ്യം അതാണ്, ശ്രേയസ്സും പ്രേയസ്. ശ്രേയസ് തരണം. ഈ ശ്രേയസ് തരണത് കിട്ടണമെങ്കിൽ എൻ്റെ ശരീരം നിലനിൽക്കണം, അതിനുവേണ്ടി എനിക്ക് പ്രേയസ്സും തരണം. അപ്പോൾ ശ്രേയസ് മോക്ഷം, പ്രേയസ് ഭൗതികമായ വസ്തുക്കൾ. അപ്പോൾ ഇത് രണ്ടും തരണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, സ്വാഹ
ശ്രേഷ്ഠ പ്രേശ്ച പ്രേച്ഛ ശ്രേയസും പ്രേയസും തരണം സ്വാഹ. അതായത് എല്ലാ വൈദിക മന്ത്രങ്ങളെ അവസാനിക്കുന്നത് പോലെ ഇവിടെയും സ്വാഹ എന്ന പദത്തിലാണ് അവസാനിക്കുന്നത്. അപ്പം നമ്മൾ പറയാറില്ല എന്നോ അത് കൊടുത്ത സ്വാഹ, തമാശനും പറയാറുണ്ട്. സ്വാഹ എന്ന് പറഞ്ഞാൽ അതിന് മുഴുവൻ ഇങ്ങനെ ആ അഗ്നിയുടെ ശക്തിക്കാണ്. അതൊന്ന് വേണേൽ എഴുതി എടുത്തോട്ടാ. അതായത് വൈദിക വിധി പ്രകാരം അഗ്നിഹോത്രം നടത്തുമ്പോൾ എല്ലാ മന്ത്രങ്ങളും അവസാനിക്കേണ്ടത് സ്വാഹ എന്ന ശബ്ദത്തോടു കൂടിയാണ്. വൈദിക മന്ത്രങ്ങളെല്ലാം അവസാനിക്കുന്നത് സ്വാഹ എന്ന ശബ്ദത്തോടു കൂടിയാണ്. ഇനി സ്വാഹ എന്താന്ന് പറയാണ്? അഗ്നിയെ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന അഗ്നിശക്തിയാണ് സ്വാഹ. ശക്തി ആയതുകൊണ്ടാണ് ഭാര്യ എന്ന് പറയണം കേട്ടോ. ശിവന്റെ ശക്തിയാണ് ദേവി ആയതുകൊണ്ടല്ലേ ഭാര്യ സങ്കല്പം. അതുപോലെ അഗ്നിയെ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന അഗ്നിശക്തിയാണ് സ്വാഹ. എഴുതിയെടുത്തും തോന്നുന്നു. സ്വാഹ എന്താണെന്ന് ചോദിച്ചാൽ അഗ്നിയുടെ ഭാര്യ സങ്കല്പമാണ്. അഗ്നിയെ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന അഗ്നിശക്തിയാണ് സ്വാഹ. അഗ്നിയുടെ ഭാര്യാസങ്കല്പത്തിൽ അത് ദേവീ രൂപത്തിൽ വർത്തിക്കുന്നുണ്ട്. സ്വാഹാദേവി എന്ന് പറയാറുണ്ട്. അഗ്നിയുടെ ദേവീ സങ്കല്പത്തിലാണ്. അതായത് ദേവീ മഹാത്മ്യം തീർന്നോട്ട് അതേ നിർത്തുവാണ്, സമയമായിട്ടെന്ന് എനിക്കറിയാം. ദേവീ മഹാത്മ്യം പ്രഥമ ചരിതത്തിൽ മധുകൈടഭവധമുണ്ട്. ദേവീ മഹാത്മ്യം പ്രഥമ ചരിതം. അതിനകത്ത് 55ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ത്വം സ്വാഹ ത്വം സ്വധ ത്വം ഹി വഷക്കാര സ്വരാത്മിക. ദേവി മഹാത്മ്യം നമ്മൾ വേണേൽ പരിശോധിച്ചോ. പ്രഥമ ചരിതം മധുകൈടഭവധം ശ്ലോകം 55. അതിൽ ദേവിയെ പറയേ, ദേവി നീ സ്വാഹയല്ലേ, അഗ്നിയുടെ ശക്തിയായിട്ട് ഇരിക്കുന്നവള് ദേവി നീയല്ലേ. ത്വം സ്വധ, നമ്മൾ പിതൃക്കൾക്ക് ബലിയർപ്പിക്കുമ്പോൾ കൊടുക്കുന്ന പിണ്ടച്ചോറിനാണ് സ്വധാപിണ്ഡം എന്ന് പറയാം. സ്വാഹ എന്ന് പറഞ്ഞാൽ ദേവതകൾക്ക് കൊടുക്കുന്ന ഹവിസ്. ദേവതകൾക്ക് ഹോമകുണ്ടത്തിലേക്ക് അർപ്പിക്കുന്ന ഹവിസിനാണ് സ്വാഹ എന്ന് പറയുന്നത്. സ്വധ എന്ന് പറയുന്നത് പിതൃക്കൾക്ക് കൊടുക്കുന്ന പിണ്ടച്ചോറിനാണ് സ്വധ എന്ന് പറയാം, സ്വധാപിണ്ഡം എന്ന് പറയാം. അപ്പോൾ അവിടെ ദേവിമാത്മ്യം പറയാം, നീ സ്വാഹയായതും സ്വധയായതും നീയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി സ്വാഹയുടെ വിഗ്രഹം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താണ്. സുഷ്ടു ആഹ്വയതേ ദേവാഹ അനേന ഇതി സ്വാഹ. സുഷ്ടു ആഹ്വയതേ, സുഷ്ടു എന്ന് പറഞ്ഞാൽ നന്നായിട്ട്, സമ്യക് രീത്യ, ആഹ്വയതേ വിളിക്കുന്നു, ദേവാഹ അനേന ഇതി, ദേവന്മാരുടെ ലീഡറാണ് അഗ്നി. അപ്പോൾ അഗ്നിക്ക് എന്തെങ്കിലും അഗ്നിയിലേക്ക് അർപ്പിക്കുമ്പോൾ അത് ആ അഗ്നി വിളിച്ചാലാണ് ദേവതകളെല്ലാം ആ സാന്നിധ്യം അവിടെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് അഗ്നിക്ക് ഹുതവാഹകൻ, ഹുദാശനൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സുഷ്ടു ആഹ്വയതേ ദേവാഹ അനേന ഇതി സ്വാഹ. ദേവന്മാരെ നന്നായി ക്ഷണിച്ച് വിളിക്കുന്നവൾ എന്നുള്ള അർത്ഥത്തിലാണ് സ്വാഹ എന്ന പദം. അടുത്തത് ഹവിസും പൂജാദ്രവ്യങ്ങൾ. ഇപ്പോൾ ഇവിടെ ഗുരു പറയുന്ന നമുക്ക് തന്നിരിക്കുന്ന ഹോമമന്ത്രം പിന്നെ പൂജാദ്രവ്യങ്ങളും ഹോമകുണ്ടങ്ങളിലും ഇല്ലെങ്കിലും ചെയ്യാമെന്നുള്ളൊരു ബോധം നമുക്ക് വേണം. അവിടെ ഹവിസും പൂജാദ്രവ്യങ്ങളും ഉപയോഗിക്കാത്ത മന്ത്രത്തിലും സ്വാഹ എന്ന് ഉപയോഗിക്കാറുണ്ട്. അത്രയാണ് സ്വാഹയെക്കുറിച്ച് പറയാനുള്ളത്. നമുക്ക് അതിൻ്റെ എല്ലാ വരിയുടെ അർത്ഥം ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നമുക്കിത് സമർപ്പിക്കാം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇനി ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പം നോക്കാം. ഗുരുവിൻ്റെ ഹോമമന്ത്രം ഇങ്ങനെയാണ്: അഗ്നേ തവ, അതിനുശേഷം അവസാനം ഓം ശാന്തി 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 എന്നുണ്ട് അല്ലേ. അവസാനം ആധ്യാത്മികവും ആദിദൈവികവും ആദിഭൗതികവുമായ എല്ലാ ദോഷങ്ങളിൽ നിന്നും അകറ്റി നിന്നെ രക്ഷിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. അവിടെ അത് തുടങ്ങുകയാണ്: അഗ്നേ തവ തേജസ്തത് ബ്രഹ്മം. അല്ലയോ അഗ്നേ, അങ്ങേക്ക് യാതൊരു തേജസ്സുണ്ടോ അത് ബ്രഹ്മസംബന്ധിയാണ്. അതഹ ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി. അതുകൊണ്ട് നീ ബ്രഹ്മത്തിന്റെ പ്രതീകമാണ്, പ്രത്യക്ഷത്തിലുള്ള ബ്രഹ്മമാണ് നീ എന്ന് പറഞ്ഞാൽ നീ ബ്രഹ്മമാണെന്നല്ല, ബ്രഹ്മത്തിന്റെ പ്രതീകമാണ്. ഞാൻ ഈ പ്രതീകത്തെ വെച്ചുകൊണ്ടാണ് രക്ഷപ്പെടാൻ പോകുന്നത്. ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രതീകം മാറണം, അത് ഓർത്തോളണം. അഗ്നി ബ്രഹ്മമാണെന്നും പറഞ്ഞ് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കരുത്. ഇനി ത്വദീയ ഇന്ദ്രിയാണി മനോബുദ്ധിരിതി സപ്തജിഹ്വാഹ. നിന്റേതായിട്ടുള്ള 7 നാക്കുകൾ
5 ഇന്ദ്രിയങ്ങളും മനസ്സും ചേർന്നതാകുന്നു. നമ്മൾ മനസ്സിലൂടെ ഇന്ദ്രിയത്തിലൂടെയാണ് എടുക്കുന്നത്. അഗ്നിയും അതിൻ്റെ സപ്തജിഹ്വയിലൂടെയാണ് ഹോമദ്രവ്യങ്ങളെ എടുത്ത് അതിൻ്റെ ഹവിർഭാഗം ദേവകൾക്ക് കൊടുക്കുന്നത്. അഗ്നിയുടെ 7 നാക്ക്, മനുഷ്യൻ്റെ 5 ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയാണ് അല്ലേ. അപ്പോൾ അതുമായിട്ട് സങ്കല്പിക്കുകയാണ്. ഇനി ത്വയി വിഷയായിതി സമിതോ ജുഹോമി. ത്വയി നിന്നിലേക്ക് ഭൗതിക വിഷയങ്ങൾ, ശബ്ദസ്പർശ രൂപ രസഗന്ധാദികളാകുന്ന ഞാൻ കണ്ടും കേട്ടും മണത്തും രുചിച്ചും സ്പർശിച്ചും അറിയുന്നതായ സകല കാര്യങ്ങളും ഞാൻ സമിത്തായിക്കൊണ്ട്, ഹോമദ്രവ്യമായിക്കൊണ്ട് ജുഹോമി നിന്നിലേക്ക് ഹോമിക്കുന്നു. അഹമിത്യാജ്യം ജുഹോമി. എന്നിട്ട് ഞാൻ എന്ന ഭാവത്തിൽ നെയ് ഹോമിക്കുന്നു. അഹം ഇതി ആജ്യം ജുഹോമി. ഞാൻ എന്ന ഭാവം, എൻ്റെ ഞാനിനെയും ഞാൻ കൊടുക്കുന്ന ഞാനെന്ന ഭാവത്തിനെയും കൂടി തരാൻ പോവാ. ഞാൻ എടുക്കുന്നത് എല്ലാം തന്നു, ഇനി ഞാനാണ് ഹോമിക്കുന്നത് എന്ന ഭാവത്തെയും കൂടി അങ്ങോട്ട് തരാൻ പോവാ. അഹം ഇതി ആജ്യം ജുഹോമി. ഞാൻ എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ അഹന്തയെ ഞാൻ നെയ്യ് എന്ന പോലെ നിന്നിലേക്ക് ഹോമിക്കുന്നു. അതായത് ഞാൻ എന്ന ഭാവത്തിൽ നെയ്യ് ഹോമിക്കുന്നു. എൻ്റെ അഹന്തയ എന്ന ഭാവത്തിൽ നെയ്യിനെ അങ്ങ് ഹോമിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഹന്ത പോയി. എന്നിട്ട് ചോദിക്കുകയാണ്, ത്വം നഹ പ്രസീത പ്രസീത. നീ ഞങ്ങളിൽ പ്രസാദിക്കൂ അല്ലേ. ഭഗവത്ഗീത പറഞ്ഞ പോലെ അനന്യാ ചിന്തയന്തോ മാം ഏ ജനാ പരിഭാസതേ താംസ്തേ നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ആരാണോ മറ്റൊന്നും ആഗ്രഹിക്കാതെ എന്നെ മാത്രം ശരണാഗതി ചെയ്യുന്നത്, അവൻ്റെ യോഗവും ക്ഷേമവും അല്ലേ, അവൻ്റെ മോക്ഷവും ഭൗതിക കാര്യങ്ങളും ഞാൻ തന്നെ നോക്കുമെന്ന് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. 18 അധ്യായവും പഠിപ്പിച്ചതിന് ശേഷം അർജുനോട് അതാ പറഞ്ഞ, നീ സർവ്വസമർപ്പണം ചെയ്യൂ അർജുന എന്നാ പറഞ്ഞത്. അതുപോലെ സമർപ്പണമാണ് ഭക്തി. വിഗ്രഹാരാധനയാണെങ്കിലും യജ്ഞയാഗ ഹോമാദികളാണെങ്കിലും സമർപ്പണം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഗുരുവിൻ്റെ മക്കളാണ്. യഥാർത്ഥമായ ഭക്തി, ശരിയായ ഭക്തി, യുക്തിപൂർവ്വമുള്ള ഭക്തിയാണ് ഗുരു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇവരും നമ്മളെ ചൂഷണം ചെയ്യാനൊന്നും അനുവദിക്കരുത്. ഈശ്വരൻ എന്താണെന്ന് വ്യക്തമായി അറിയുക. എന്നിട്ട് പറയാണ്, ത്വം നഹ പ്രസീത പ്രസീത. നീ ഞങ്ങളിൽ പ്രസാദിക്കൂ. അല്ലയോ ബ്രഹ്മസ്വരൂപമേ, നീ ഞങ്ങളുടെ ഈ ബുദ്ധിയെ തെളിയിച്ച് നല്ല വഴിയെ കൊണ്ടുപോകൂ അല്ലേ. ശ്രേയശ്ച പ്രേയശ്ച പ്രേച്ഛ സ്വാഹ. ഞങ്ങൾ ഇനി ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല, എല്ലാം കൊടുത്തിട്ടല്ലേ. നീ തന്നെയാണെന്ന് അറിഞ്ഞിട്ട് പിന്നെ ചോദിക്കുന്ന കുഴപ്പമില്ലല്ലോ. ഞാൻ ചോദിക്കണം, നീ ചോദിക്കണം, തുല്യല്ലേ. അപ്പോൾ പറയേ, എനിക്ക് ശാശ്വത സുഖവും ഭൗതിക സുഖവും തരണം. സ്വാഹ. എല്ലാ മന്ത്രങ്ങളും അവസാനിപ്പിക്കുന്ന ശബ്ദത്തോടു കൂടി ഇവിടെ അവസാനിപ്പിക്കുന്നു അല്ലേ. ഇനി എല്ലാവരും ഒന്ന് കണ്ണടച്ച് കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ണടച്ച് നമുക്കിതൊന്ന് സമർപ്പിക്കുന്നു. ചതയവും കൂടിയല്ലേ, നമ്മളിതിൻ്റെ അർത്ഥം പഠിച്ചു കഴിഞ്ഞു. ഒരു ചതയ ദിനത്തിൽ തന്നെ എല്ലാവരും മനസ്സിലതൊന്ന് ചൊല്ലുക കേട്ടോ, സമർപ്പിക്കാം. ഓം അഗ്നേ തവ യത്തേജസ്തദ്ബ്രാഹ്മം അദസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വദീയ ഇന്ദ്രിയാണി മനോബുദ്ധിരിതി സപ്തജിഹ്വാഃ ത്വയി വിഷയാ ഇതി സമിധോ ജുഹോമി. അഹമിത്യാജ്യം ജുഹോമി. ത്വം നഃ പ്രസീദ പ്രസീദ. ശ്രേയശ്ച പ്രേയശ്ച പ്രയച്ഛ സ്വാഹ. ഓം ശാന്തി ശാന്തി ശാന്തി. നന്ദി. എന്നെ ഇത്രയും സമയം ശ്രവിച്ച സജ്ജനങ്ങൾക്ക് ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ അത്രയും ഗുരുവിൽ സമർപ്പിക്കുന്നു. ഗുരുവോം തത്സത്. സമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. തത്സത്. ശ്രീനാരായണ ഗുരു അർപ്പണമസ്തു. ഗുരു ഓം തത്സത്.